ഹരേ കൃഷ്ണ. ആണല്ലേ ഇത്? ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഇന്ന് ഈ ഒരു അവസരം എനിക്ക് തന്ന സ്വാമി മാതാജിക്കും അനുത്തമ പ്രഭുവിനൊക്കെ എന്താ പറയുക, ഭഗവാന്റെ കാരുണ്യം, ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് ഈ ഒരു സേവ കിട്ടിയത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദി. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കൊരു കീർത്തനം വെച്ച് തുടങ്ങാം. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ
माता की जय, महाराज की जय, गौर प्रेमानंदे, हरि हरि बोल। ओम नमो भगवते वासुदेवाय। 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 ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं तदान्ते स्वपदान्तिकम्। वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरों वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथानुतं तं सजीवं साद्वैतं सावधूतं पञ्चनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीविशाखानुतंश्च नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुतं देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामी इति नामिने। नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम राम हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम राम हरे हरे। हरि ओम तत्सत्। जय श्री राधे राधे श्याम। ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം, എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ഭഗവത്ഗീത യഥാരൂപത്തിലെ നാലാമത്തെ ചാപ്റ്ററിലെ 10ാമത്തെ ശ്ലോകം. എല്ലാവരുടെ കയ്യിലുണ്ടോ ബുക്ക്? ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ശ്ലോകം വായിക്കാം. വീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിതഃ ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാഗതഃ. വീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിതഃ ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാഗതഃ. വായിച്ചോളൂ, ബുക്കുള്ളവർ വായിച്ചു. ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാഗതഃ. വീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിതാ ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാഗതാ. ഓം നമോ ഭഗവതേ വാസുദേവായ. വീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിതാ ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാഗതാ. വീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിതാ ബഹവോ ജ്ഞാനതപസാ
മദ്ഭാവമാകതാ ഹരേ കൃഷ്ണ. വിതരാഗഭയക്രോധ മന്മായ മാം ഉപാശ്രിതാ ബഹവോ ജ്ഞാനതപസ്സാ ഭൂതമദ്ഭാവം ആഗതഃ. ഹരേ കൃഷ്ണ. വായിച്ചു എല്ലാവരും. വീതരാഗ ഭയക്രോധ, രാഗം ഭയം ക്രോധം എന്നിവ ഇല്ലാത്തവരായി, മന്മയ എന്നിൽ തന്നെ മുഴുകിയവരായി, മാം എന്നെ ഉപാശ്രിത ആശ്രയിച്ചവരായി, ജ്ഞാനതപസ്സ ജ്ഞാനമയമായ തപസ്സുകൊണ്ട്, ഭൂത വിശുദ്ധരായി, ബഹവ വളരെ ആളുകൾ, മദ്ഭാവം എന്റെ അഭൗതികമായ പ്രേമത്തെ, ആഗത പ്രാപിച്ചിട്ടുണ്ട്. വിവർത്തനം ഭാവാർത്ഥം വിവരിച്ച് ഭക്തിവേദാന്ത സ്വാമി ശൈലപ്രഭാത. രാഗം ഭയം ക്രോധം എന്നിവയിൽ നിന്ന് മോചിതരായി എന്നിൽ തന്നെ മുഴുകി ശരണം പൂകിയ അനേകം പേർ എന്നെ പറ്റിയുള്ള ജ്ഞാനത്താൽ ശുദ്ധീകൃതരായി എന്നിൽ ദിവ്യ പ്രേമബദ്ധരായിട്ടുണ്ട്. ഭാവാർത്ഥം അറിയുന്നു വായിക്കണം. ഇത് അന്വയിക്കുന്നു. ഭാവാർത്ഥം ദിവ്യ പൂജ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി ശൈലപ്രഭാതിന്റെ ഭാവാർത്ഥം. മുമ്പ് പറഞ്ഞ പ്രകാരം ഭൗതികത അത്യധികമായി ബാധിച്ചവർക്ക് സർവോത്കൃഷ്ടമായ കേവല സത്യത്തിന്റെ വ്യക്തിഗത സ്വഭാവം മനസ്സിലാക്കാൻ പ്രയാസമാണ്. ദേഹാത്മബോധത്തോടെ ജീവിക്കുന്നവർക്ക് ഭൗതികതയിൽ മുഴുകിപ്പോവുക കൊണ്ട് പരമോന്നതമായത് എങ്ങനെ ഒരു വ്യക്തിയാകുമെന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഭൗതികവാദികൾക്ക് അനക്ഷരവും ജ്ഞാനസമ്പൂർണവും ശാശ്വതാനന്ദപൂർണവുമായ ഒരു ദിവ്യ ശരീരം ഉണ്ടെന്ന് സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല. ഭൗതിക ഭാവനയിൽ ദേഹം നശ്വരവും അജ്ഞാനഭരിതവും ദുരിതപൂർണവുമാണ്. ഭഗവാന്റെ രൂപത്തെ പറ്റി കേൾക്കുമ്പോഴും സാധാരണ ജനങ്ങൾക്ക് ശരീരത്തെ കുറിച്ച് ഇതേ ധാരണയാണ് ഉണ്ടാകുന്നത്. ഭൗതികവാദികളായ അത്തരക്കാരുടെ ദൃഷ്ടിയിൽ അതിബൃഹത്തായ ഭൗതിക പ്രപഞ്ചമാണ് പരമോന്നതമായത്. അതുകൊണ്ട് അവർ പരമസത്യത്തെ നിരാകാരമെന്ന് കരുതുന്നു. അത്രയേറെ ഭൗതികാസക്തരാകയാൽ ദേഹവിമുക്തിക്ക് ശേഷവും വ്യക്തിത്വം പുലർത്തിപ്പോരുന്ന ആശയം തന്നെ അവർക്ക് ഭയാനകമാണ്. ആത്മീയ ജീവിതത്തിലും വ്യക്തിത്വം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ വീണ്ടും ഒരു വ്യക്തിയാകുമെന്ന ഭയം കൊണ്ട് അവ്യക്തിഗതമായ ശൂന്യതയിൽ ലയിക്കുന്നതാണ് അതിലും ഭേദമെന്നവർ ആഗ്രഹിച്ചു പോകുന്നു. കടലിൽ ലയിക്കുന്ന കുമിളകളോടാണ് അവർ ജീവാത്മാക്കളെ ഉപമിച്ചിട്ടുള്ളത്. അവ്യക്തിഗത ഭാവന കൊണ്ട് നേടാവുന്ന ആധ്യാത്മിക ജീവിതത്തിന്റെ പരമകാഷ്ഠയാണ് ഇത്. ആത്മീയ നിലനിൽപ്പിനെ പറ്റി പൂർണ്ണമായ അറിവ് കൈവന്നിട്ടില്ലാത്ത ഈ ജീവിതഘട്ടം ഭയാനകമാണ്. ഇതിനു പുറമെ ആത്മീയ നിലനിൽപ്പിനെ കുറിച്ച് യാതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തവരും അനേകമുണ്ട്. പല പല സിദ്ധാന്തങ്ങളിലും വൈരുദ്ധ്യങ്ങളിലും തത്വജ്ഞാനപരമായ ഊഹാപോഹങ്ങളിലും പെട്ട് കുഴങ്ങി അവർക്ക് മനം മടുത്തു പോകുന്നു. അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട പ്രപഞ്ചത്തിന് മൂലഹേതുവായി ഒന്നുമില്ലെന്നും എല്ലാം ശൂന്യതയിൽ അവസാനിക്കുന്നു എന്നുമുള്ള ബുദ്ധിശൂന്യമായ നിലപാടിൽ എത്തിച്ചേരുന്നു. രോഗാവിഷ്ടമായ മട്ടിലാണ് അത്തരക്കാരുടെ ജീവിതം. ഭൗതികാസക്തി കൂടുതലുള്ളതിനാൽ ചിലർ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കാറില്ല. ചിലർക്ക് ബ്രഹ്മത്തിൽ ലയിക്കാനാണ് ആഗ്രഹം. ചിലരാകട്ടെ ആത്മീയമായ എല്ലാ ഊഹാപോഹങ്ങളിലും വെറുപ്പ് വന്ന് നിരാശ മൂലം ഒന്നിനെയും വിശ്വസിക്കാതെയായിരുന്നു. ഈ ഒടുവിൽ പറഞ്ഞ കൂട്ടരാണ് ലഹരി പദാർത്ഥങ്ങളിൽ അഭയം പ്രാപിക്കുന്നത്. അവരുടെ സ്മൃതി വിഭ്രമങ്ങൾ ചിലപ്പോൾ ദിവ്യദർശനങ്ങളാണെന്ന് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഭൗതികാസക്തിയുടെ 3 ഘട്ടങ്ങളെയും മനുഷ്യൻ പിന്നിടേണ്ടിയിരിക്കുന്നു. ആത്മീയ ജീവിതത്തോടുള്ള ഉപേക്ഷാഭാവം, ആത്മീയമായൊരു വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഭയം, ജീവിത നൈരാശ്യത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ശൂന്യതാവാദം, ഭൗതികമായ ജീവിത സങ്കല്പത്തിന്റെ
ഈ 3 ഘട്ടങ്ങളെയും കടന്നു കിട്ടാൻ അഭിമതനായ ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശപ്രകാരം ഭഗവാനിൽ പൂർണ്ണമായി അഭയം പ്രാപിക്കുകയും ഒരു ഭക്തന് വേണ്ടുന്ന ജീവിത പ്രമാണങ്ങളും ചര്യാക്രമങ്ങളും അംഗീകരിക്കുകയും വേണം. ഭാവം അല്ലെങ്കിൽ ദിവ്യമായ ഭഗവത് പ്രേമമാണ് ഭക്തി സാധനയുടെ അവസാന ഘട്ടം. ഭക്തിയുടെ സേവനത്തിന്റെ ശാസ്ത്രമായ ഭക്തിരസാമൃത സിന്ധു 4:15-16 പറഞ്ഞതനുസരിച്ച് ആദോ ശ്രദ്ധ തഥ സാധുസംഗ സംഘോദ ഭജനക്രിയ തതോ അനർത്ഥ നിവൃത്തി സ്യാത് തതോ നിഷ്ഠ രുചി തഥാ അതാസക്തി സദോഭാവ തഥ പ്രേമാഭ്യു ദഞ്ജതി സാധകാനാമയം പ്രേംന പ്രാദുർഭാവേ ഭവേ ക്രമ. തുടക്കത്തിൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രാഥമികമായ ആഗ്രഹം വേണം. അത് ആത്മീയോത്കർഷണം നേടിയവരുമായുള്ള സമ്പർക്കത്തിന് ശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. അടുത്ത ഘട്ടത്തിൽ ശ്രേഷ്ഠനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ദീക്ഷ ലഭിക്കുകയും അദ്ദേഹത്തിന്റെ കീഴിൽ സാധകൻ ഭക്തിപരമായ സേവന കർമ്മങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങുകയും ചെയ്യും. ഗുരുവിന്റെ മേൽനോട്ടത്തിൽ സേവനകർമ്മം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ആസക്തി ആകമാനം നീങ്ങി ആത്മസാക്ഷാത്കാരത്തിൽ സ്ഥിരമതിയാകുന്നു. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണന്റെ കഥാശ്രവണത്തിൽ ഔത്സുക്യം ജനിക്കുകയും ചെയ്യുന്നു. ഈ ഔത്സുക്യം ഒരാളെ കൃഷ്ണാവബോധത്തോടുള്ള മമതാബന്ധത്തിൽ എത്തിക്കുകയും അതിന്റെ ഭാവം എന്ന പരിപക്വമായ അവസ്ഥയിൽ അല്ലെങ്കിൽ കൃഷ്ണനോടുള്ള അതിരറ്റ സ്നേഹത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഭഗവാനോട് തോന്നുന്ന ഈ യഥാർത്ഥ സ്നേഹത്തെ പ്രേമം അഥവാ മനുഷ്യ ജീവിതത്തിന്റെ സമ്പൂർണ്ണ അവസ്ഥ എന്ന് പറയുന്നു. ഈ പ്രേമാവസ്ഥയിൽ ജീവാത്മാക്കൾ നിരന്തരം ദിവ്യമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസിനായ ആധ്യാത്മിക ഗുരുവിന്റെ കീഴിൽ ക്രമേണ ഭക്തിയുത സേവനം അനുഷ്ഠിച്ചുകൊണ്ട് ഒരാൾക്ക് ഭൗതിക ആസക്തികളിൽ നിന്നും ആധ്യാത്മിക വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്നും ശൂന്യതാവാദത്തിൽ നിന്നും ഉളവായ ഇച്ഛാഭംഗങ്ങളിൽ നിന്നും മുക്തനായി പരമമായ പദം പ്രാപിക്കാൻ കഴിയും. അപ്പോൾ ഒരാൾക്ക് സർവേശ്വരന്റെ ധാമത്തിൽ നിഷ്പ്രയാസം ചെന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ശ്രീ. നമ്മള് 4ാമത്തെ അധ്യായത്തിന്റെ പേര് അതീന്ദ്രിയ ജ്ഞാനം എന്നാണ്. എന്താണ് ഈ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞാല്? അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ജ്ഞാനം അല്ലേ? അപ്പൊ ഈ ഗ്രഹിക്കാൻ കഴിയാത്ത ഈ ജ്ഞാനം നമുക്ക് എങ്ങനെയാണ് ഗ്രഹിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് ഭഗവാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ അതീന്ദ്രിയ ജ്ഞാനം ഒരിക്കൽ എന്താണ് നഷ്ടപ്രായമായി. അപ്പൊ നമുക്ക് ഭഗവത്ഗീതയുടെ ഒരു ഹിസ്റ്ററി നമുക്ക് ഭഗവാൻ ഈ ഒരു അധ്യായത്തിൽ തരുന്നുണ്ട്. എപ്പോഴാണ് നമുക്ക് ഭഗവത്ഗീത കിട്ടിയത്? മഹാഭാരത യുദ്ധത്തില്, ദ്വാപരയുഗത്തില് കൃഷ്ണൻ അർജുനനോട് കൊടുക്കുന്നത് അല്ലെ ഗീതോപദേശം. അപ്പൊ നമുക്ക് ഭഗവാൻ പറയണു ഇത് എപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പറയണത്. സൂര്യദേവനായ വിഭസ്വാന് ഞാൻ മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഹിസ്റ്ററി കിട്ടുകയാണ്. സൂര്യദേവനായ വിഭസ്വാനെ. പിന്നെ ആർക്കാണ് കിട്ടിയത്? വിഭസ്വാൻ മനുവിനെ, മനു ഇഷ്വാകുവിനെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പരമ്പര, ഏവം പരമ്പര പ്രാപ്തം. ഈ ജ്ഞാനം എങ്ങനെ നേടണം എന്നാണ് പറയുന്നത്? പരമ്പര വഴി, ഗുരു ശിഷ്യൻ, പിന്നെ ആ ശിഷ്യൻ ഗുരുവായി, അങ്ങനെ ഗുരു ശിഷ്യ പരമ്പരയിലൂടെയാണ് ഇത് വന്നിരുന്നത്. അപ്പൊ നമ്മുടെ ഭഗവത്ഗീതയുടെ പഴക്കം പറയൂ. പഴക്കം പറയാൻ പറ്റുമോ? എത്ര മുന്നേ അല്ലേ? അപ്പൊ ആ പഴക്കം നമുക്ക് ഭഗവാൻ ഏകദേശം പറഞ്ഞപ്പോ ഹിസ്റ്ററി നമുക്ക് ഏകദേശം കിട്ടി. ഇതെങ്ങനെ ഗ്രഹിക്കണം? പരമ്പരയിലൂടെ വേണം ഈ ഭഗവത്ഗീത എന്ന് പറഞ്ഞ ശാസ്ത്രം. ഈ ശാസ്ത്രത്തിന്റെ മഹാത്മ്യമൊക്കെ നമുക്ക് ശങ്കരാചാര്യ 7 ശ്ലോകത്തിലൂടെയൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ ഒരൊറ്റ ശാസ്ത്രം പഠിച്ചാൽ മതി, നമുക്ക് വേറെ ഒറ്റ പുസ്തകം വേണമെന്നില്ല. ഈ ഒരൊറ്റ ഇതിൽ എന്താണ് കിട്ടുന്നത്?
5 വിഷയങ്ങളാണ് ഈ ഭഗവത്ഗീതയിലൂടെ നമുക്ക് ഭഗവാൻ, ഈ പ്രപഞ്ചത്തിൽ 5 വിഷയങ്ങളാണുള്ളത്. ആ 5 വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ഗ്രാഹ്യം മുഴുവൻ കിട്ടുന്നുണ്ട്. ഏതൊക്കെയാണ് 5 വിഷയങ്ങള്? ഈശ്വരൻ, ജീവാത്മാവ്, പ്രകൃതി, കർമ്മം, കാലം. ഓക്കെ, ഇതിനും കംപ്ലീറ്റ് നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ഭഗവത്ഗീതയിൽ നിന്ന് കൃത്യമായി കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ അർജുനൻ ചോദിക്കുകയാണ്, ഇപ്പൊ എന്റെ മുന്നില് ഇരിക്കുന്ന ഈ കൃഷ്ണൻ എങ്ങനെയാണ് അങ്ങ് ഇത്രയും മുന്നേ ഇതൊക്കെ പറഞ്ഞു കൊടുത്തതെന്ന് പറയുമ്പോൾ ഒരു അതിശയല്ലേ? നമുക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? എപ്പോഴാണോ ധർമാചരണത്തിന് ക്ഷയം സംഭവിക്കുന്നത്, അപ്പോഴാണ് ഞാൻ ഈ അധർമ്മം തഴച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ അവതരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ പിന്നെന്താണ്? ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും പിന്നെന്തിനാണ്? ധർമ്മം പുനഃസ്ഥാപിക്കാനും വേണം. അപ്പം ഭക്തന്മാർക്കാണ് ഭഗവാൻ, ഭക്തന്മാരെ രക്ഷിക്കാനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലേ? ദുഷ്കൃതികളെ നിഗ്രഹിക്കാൻ ഭഗവാന്റെ ലോകത്ത് തന്നെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ യുഗം തോറും ഭഗവാൻ അവതരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ശ്ലോകത്തിന്റെ തൊട്ടടുത്ത്, എപ്പോഴും നമ്മളൊരു ശ്ലോകം തുടങ്ങുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ശ്ലോകം കൂടി നോക്കിയാലാണ് ആ കണക്ഷൻ കിട്ടുന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു തരികയാണ്, ഭഗവാനെ കുറിച്ചിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞു തരികയാണ്, അല്ലേ? നമുക്ക് രക്ഷപ്പെടാനുള്ള കാര്യങ്ങള്, നമ്മൾ എങ്ങനെ ഇവിടെ വന്നു പെട്ടു, ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഭഗവാൻ പറഞ്ഞു തരികയാണ്. അതില് ഈ ഒരു ശ്ലോകം നോക്കുകയാണെങ്കിൽ എന്താണ്? വീതരാഗ ഭയ ക്രോധ മന്മയ മാമുപാശ്രിത. എന്താണ്? രാഗം, ഭയം, ക്രോധം ഇതിൽ നിന്നൊക്കെ നമ്മൾ മോചിതരായി എന്നിൽ തന്നെ മുഴുകി ശരണം പൂകിയ അനേകം പേർ എന്നെ പറ്റിയുള്ള ജ്ഞാനത്താൽ ശുദ്ധീകൃതരായി എന്നിൽ ദിവ്യപ്രേമബദ്ധരായിട്ടുണ്ട്. അപ്പൊ എന്താണ്? രാഗം, ഭയം, ക്രോധം എന്നിവയിൽ നിന്ന് ആദ്യം മോചിതരാവണം. എങ്ങനെയാണ്? നമ്മുടെ അസുഖങ്ങളാണ്, നമുക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് ഭഗവാൻ ആദ്യം പറയുന്നത്, അല്ലെ? ഇതിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. എന്താണ്? രാഗം, ഭയം, ക്രോധം ഇതിൽ നിന്ന് മോചിതരാവണം നമ്മൾ, അല്ലെ? 6 എണ്ണുണ്ട്, അല്ലെ? ശരിക്ക് കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം, അല്ലെ? അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ രാഗം, ഭയം, ക്രോധം എന്നിവയിൽ നിന്ന് മോചിതരായിട്ട് എന്നെ തന്നെ മുഴുകി ശരണം പൂകിയ അനേകം പേരുണ്ട്. എന്നെ പറ്റിയുള്ള ജ്ഞാനത്താൽ ശുദ്ധീകൃതരായി എന്നിൽ ദിവ്യ പ്രേമബദ്ധരായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് മോചിതരാവാൻ പറ്റുക? മോചിതരാവണം നമ്മളല്ലേ? ശുദ്ധീകൃതരാവാനാണ് ഇവിടെ കംപ്ലീറ്റ്. നമുക്ക് എന്താണ് വേണ്ടത്? ശുദ്ധീകരണ പ്രക്രിയക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശരീരം തന്നെ തന്നിട്ടുള്ളത്. ഭഗവാനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു ശരീരം കിട്ടിയത്. ഈ ഒരു ജന്മത്തിലെങ്കിലും ഞങ്ങള് ശുദ്ധീകൃതരായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തിപ്പോവാന്ന് വെച്ചിട്ട്. പക്ഷെ നമ്മൾ ശരീരം എടുത്തോട് കൂടിയിട്ട് വീണ്ടും ഇതിലൊക്കെ ഈ അസുഖങ്ങളൊക്കെ നമ്മളെ ബാധിച്ചിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്ന് മാത്രം, അല്ലേ? അപ്പൊ എന്താണ് വേണ്ടത്? ഇതിന് ചികിത്സ ഇവിടെ ഇല്ല. എവിടേക്ക് പോകണം? കൃഷ്ണബോധത്തിലേക്ക്, അല്ലെ? എന്താണ്? നമുക്ക് ശ്രീല പ്രഭാതരെ നല്ലൊരു പ്രസ്ഥാനം തന്നിട്ടുണ്ട്. സ്പിരിച്വൽ ഹോസ്പിറ്റൽ തന്നെയാണ് ഇത്, അല്ലേ? എല്ലാവരും ഈ ഒരു സ്പിരിച്വൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കണം ഇപ്പൊ. അപ്പൊ നമ്മുടെ അസുഖങ്ങൾ എന്താന്ന് നമുക്ക് വ്യക്തമായില്ലേ? എന്താണ്? കാമം, ക്രോധം, ഭയം, മതം, മാത്സര്യങ്ങളൊക്കെയാണ് നമ്മുടെ അസുഖങ്ങൾ. ഈ അസുഖങ്ങളിൽ നിന്നും മോചിതരാവണമെങ്കിൽ വേറെ എവിടെയും പോയിട്ട് കാര്യമില്ല, ഈ സ്പിരിച്വൽ ഇതിലേക്ക് വേണം. ഹോസ്പിറ്റലിൽ തന്നെ എല്ലാവരും അഡ്മിറ്റ് ആണ് ഇപ്പോ. അപ്പൊ എന്താണ്? അത് മാറണ്ടേ? അതിൽ നിന്ന് മോചിതരാവണം. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ വൃന്ദാവന ലീലകളുടെ ഏറ്റവും എല്ലാവർക്കും അറിയാവുന്ന ഒരു ലീലയാണ് ദാമോദര ലീല, അല്ലെ? അതിലെന്താണ് ഉണ്ടായത്? നമ്മുടെ കുബേരന്റെ മക്കള്, അല്ലെ? ആരൊക്കെയാണ്? നളകുബേരന്മാര്. മണിഗ്രീവൻ. ഓക്കെ. അപ്പൊ അവരെന്താണ്?
അച്ഛന്റെ സമ്പത്തിലെ അതിയായിട്ട് എന്താണ് ഉണ്ടായത് അവർക്ക് ഐശ്വര്യത്തിലൊക്കെ അവര് മതിമറന്ന് ആ ഭോഗ ഐശ്വര്യങ്ങളിലൊക്കെ പെട്ടിട്ട് അവരെന്താ ചെയ്തത്? അവിടെ സ്ഥലകാല ബോധമില്ലാണ്ട് ആ ശിവപാർവതിമാരൊക്കെ സഞ്ചരിക്കുന്ന വഴിയിലൂടെ അല്ലെ നഗ്നരായിട്ടാണ് അവര് ഉല്ലസിക്കുന്നത്. അപ്പൊ അതേപോലെ അങ്ങനെ നടന്നപ്പോ എന്താ ഉണ്ടായത്? ഇത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി നാരദ മഹർഷി ശാപം കൊടുക്കുന്നത് കണ്ടു അല്ലെ. അപ്പൊ അങ്ങനെ ഭോഗൈശ്വര്യങ്ങളിൽ പെട്ട് നമ്മളും ഇതേപോലെ എന്താണ് ഈ രാഗങ്ങള് നമുക്ക് പലതരത്തിലുള്ള രാഗങ്ങള് അപ്പൊ അത് ഇന്നതെന്നല്ല, വസ്തുവിനോടും വ്യക്തികളോടും അങ്ങനെ പല പല രാഗങ്ങളിൽ നമ്മൾ പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താണ് ഇതേപോലെ ശ്രേഷ്ഠമായിട്ടുള്ള ആരെങ്കിലും ഇപ്പൊ നാരദ മഹർഷി അവിടെ ശപിച്ചു എന്താണ് നിങ്ങളൊരു വൃക്ഷങ്ങളായിട്ട് മാറട്ടെ എന്ന് അല്ലേ. അപ്പൊ ആ അസുഖം മാറാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? വൃക്ഷങ്ങളായിട്ട് മാറട്ടെ എന്ന് ശാപം കൊടുത്തു. ഒരുപാട് കാലല്ലേ, എത്രയോ യുഗങ്ങൾ വരെ കാത്തിരിക്കുകയാണ് കൃഷ്ണന്റെ വരവിന് വേണ്ടിയിട്ട്. ദ്വാപര യുഗത്തില് കൃഷ്ണൻ വരുമ്പോ ശാപം കൊടുത്തപ്പോ അവർക്ക് ബോധോദയം വന്ന് ഒപ്പം തന്നെ എന്താണ് ചെയ്തത്? അനുഗ്രഹവും കൊടുത്തു. നിങ്ങൾക്ക് കൃഷ്ണന്റെ ആ ലീലകൾ കണ്ടിട്ട് ആ കൃഷ്ണ സ്പർശത്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? മോചിതരാവാൻ സാധിക്കും. അനുഗ്രഹവും കൂടി കൊടുത്തു അല്ലെ. അപ്പൊ കാത്തിരിക്കുകയാണ് വൃന്ദാവനത്തില് കൃഷ്ണന്റെ അവതാരത്തിന് വേണ്ടിയിട്ടും ആ ലീലകൾ കാണാൻ. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവാൻ അവിടെ വരുന്നതും അങ്ങനെ ആ നിത്യമായിട്ടുള്ള ലീലകൾ കണ്ടിട്ട് എന്താണ് ഉണ്ടായത്? ശുദ്ധീകരണം നടന്നു. അവിടെ എന്താണ് ഉണ്ടായത്? ആ ഭോഗൈശ്വര്യ പ്രസക്താനാം തയാഭൃത ചേതസം അല്ലെ പറയുന്നുണ്ട് ഭഗവത്ഗീതയില്. വ്യവസായാത്മക ബുദ്ധി സമാധാന വിധായതേ അല്ലെ. അപ്പൊ ആ വ്യവസായാത്മക ബുദ്ധി കൃഷ്ണനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനും അതേപോലെ അവരുടെ ഉള്ളിലുള്ള ആ രാഗം അല്ലെ എല്ലാ ഐശ്വര്യങ്ങളിൽ പെട്ടിട്ട് എന്താണ് ഭഗവത് ചിന്ത വിചാരങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ടിരിക്കുമ്പോഴാണ് ആ കൃഷ്ണ കഥകളിലേക്ക് വന്നപ്പോഴാണ് എന്താണ് ആ കൃഷ്ണനെ കാണുന്നു, നേരിട്ടിട്ട് ലീലകൾ കാണുന്നു. അപ്പൊ അവിടെ ആ വ്യവസായാത്മിക ബുദ്ധി വന്നു, ഉറച്ച ബുദ്ധി വന്നു അല്ലെ. കൃഷ്ണനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു. അപ്പൊ താനേ എന്തുണ്ടായി? ഉള്ളിലുള്ള ഈ അനർത്ഥങ്ങൾ അസുഖങ്ങൾ മാറി. ഓക്കെ അല്ലേ. അപ്പൊ എന്ത് വേണം? ഈ അനർത്ഥങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള ഇതെല്ലാം അനർത്ഥങ്ങൾ, ഈ അസുഖങ്ങൾ മാറാൻ വേറെ ഒന്നുമില്ല. അതിന് കംപ്ലീറ്റ് നമുക്ക് കൃഷ്ണബോധത്തിൽ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് ശ്രീല പ്രഭുപാദരെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ പ്രസ്ഥാനത്തിലൊക്കെ നമ്മൾ എത്തിപ്പെട്ടു. അപ്പൊ കൃത്യമായിട്ട് അല്ലേ. അപ്പൊ അതേപോലെ തന്നെ ആ കൃഷ്ണനുമായി ബന്ധപ്പെടാണ്ട് ആർക്കും ശുദ്ധീകരണം നടത്താൻ എളുപ്പമല്ല. നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ എന്ന് പറയണ ഈ അസുഖങ്ങള് വേരോടെ പിഴുതു കളയണമെങ്കിൽ എന്ത് വേണം? ഈ കൃഷ്ണ നാമ രൂപ ലീല ഗുണങ്ങളിലേക്ക് നമ്മൾ വരണം. അപ്പോഴാണ് താനേ നമ്മൾ അറിയാണ്ട് ശുദ്ധീകരണം നടക്കും. ക്ലീനിങ് പ്രോസസ്സാണല്ലേ. അപ്പൊ അതിന് ആദ്യം നമ്മൾ എന്താ വേണ്ടത്? നാമജപത്തിലൊക്കെ വരാൻ പറയുന്നുണ്ട് അല്ലെ. ഒരു ജപം, ഒരു മാല ഒന്ന് ജപിക്കൂ, ആ പ്രസാദം ഒന്ന് കൊടുക്കുക, ആ സത്സംഗത്തിൽ ഒന്ന് വരൂ, ഒന്ന് കീർത്തനം കേൾക്കൂ എന്നൊക്കെ നമ്മള് എല്ലാവരോടും പറയണത് അതുകൊണ്ടാണ്. അപ്പൊ ഇതേപോലെ തന്നെ ആ വൃന്ദാവനത്തില് ആ പൂതന അത്രയും കൊല്ലാൻ വേണ്ടി വന്നു, അത്രയും മനസ്സ് നോക്കൂലേ. അപ്പൊ അങ്ങനെയുള്ള മനസ്സുള്ളവർ പോലും ഭഗവാന്റെ ആ കൃപ നോക്കൂ, ആ ഭഗവാനെ ഒന്ന് സ്പർശിച്ചു. അപ്പൊ എന്തുണ്ടായി? പവിത്രീകരണം നടന്നു അല്ലേ. ശുദ്ധമായി. ആ പൂതനയ്ക്ക് സ്ഥാനം, അമ്മയുടെ സ്ഥാനം കൊടുത്തു. അമ്മയ്ക്ക് തുല്യമായിട്ടുള്ള സ്ഥാനം, യശോദാമ്മയ്ക്ക് തുല്യമായിട്ടുള്ള സ്ഥാനം ഭഗവാൻ കൊടുത്തു. ആ പൂതന മരിച്ചപ്പോ എന്താണ് ഉണ്ടായത്? അവിടെ ആകെ സുഗന്ധം, എത്രയോ കിലോമീറ്ററോളം ചന്ദനത്തിന്റെ മരത്തിന്റെ ആ സ്മെല്ലാണ് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയ്ക്കും ശുദ്ധീകരണം നടന്നു. ഇത്രയും വലിയ രാക്ഷസിയായിട്ട് പോലും അവിടെ ശുദ്ധീകരണം നടന്നു അല്ലെ. അപ്പൊ ഉള്ളിലുള്ള എല്ലാ അനർത്ഥങ്ങളും ആരുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അവിടെ ക്ലീനിങ് നടക്കുന്നത് അല്ലേ. കൃഷ്ണനെ നമുക്ക് അതാണ് കൃഷ്ണനെ കുറിച്ചിട്ടുള്ള ആ നാമം, അത് നമ്മൾ അറിയാണ്ട് ശുദ്ധീകരണം നടത്തുന്നത്, ആ പ്രസാദം ശുദ്ധീകരണം നടത്തുന്നത്. അതേപോലെ തന്നെ അകാസുരൻ
വലിയ ആരോ സർപ്പത്തിന്റെ രൂപത്തിൽ വന്നു. അപ്പൊ കൃഷ്ണനെ കൊല്ലാൻ തന്നെയാണ് വന്നത് അല്ലെ. കൊല്ലാൻ തന്നെ വന്നപ്പോ എന്തുണ്ടായത്, ആ ഉള്ളിലേക്ക്, വയറിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ എന്ത് സംഭവിച്ചു? അവിടെ കൃഷ്ണ സ്പർശനം തട്ടി. അതോടുകൂടി എന്തുണ്ടായത്, ആ മുക്തി കൊടുത്തു അല്ലെ, ഭഗവാൻ മുക്തരാക്കി. അതേപോലെ തന്നെ മഹാഭാരത യുദ്ധത്തില് എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ ഉണ്ടായിരുന്നു. ആ കൃഷ്ണ സാന്നിധ്യം അവിടെ ഉണ്ട്. ആ ഭഗവാനെ കണ്ടുകൊണ്ടാണ് അവരൊക്കെ യുദ്ധം ചെയ്യുന്നത് അല്ലെ. അവർക്കൊക്കെ എങ്ങനെയാണ് മോക്ഷം കിട്ടുന്നത്? ഭഗവാൻ ആ കൃപ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഭഗവാൻ അത്രയും പവിത്രമാണ് അല്ലെ. അപ്പൊ ആ ഭഗവാന്റെ നാമവും ആ ഭഗവാന്റെ കഥകളും ലീലകളിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് സംഭവിക്കാൻ പറ്റുക? ഈ ഭഗവാൻ പറയുന്ന ഭീതരാഗ ഭയ ക്രോധ മന്മയ മാമുപാശ്രിത. അപ്പൊ ഇതിൽ നിന്നൊക്കെ മോചിതരായിട്ട് പിന്നെന്താണ്? ഇതിൽ നിന്നൊക്കെ മോചിതരാവാൻ ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് അസുഖം നമുക്ക് മനസ്സിലായി. ഇനി അതിൽ നിന്ന് മോചിതരാകാനുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി എന്താണ് ഭഗവാൻ പറഞ്ഞത്? എന്നെ പറ്റിയുള്ള ജ്ഞാനത്താൽ ശുദ്ധീകൃതരായി. ഇനി എന്താണ് വേണ്ടത്? ഇനി ഭഗവാനെ കുറിച്ച് അറിയണം നമ്മള്. എങ്ങനെയാണ് അറിയേണ്ടത്? ജന്മ കർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്തോ ദേഹേ പുനർജന്മം നൈതി മാമേതി സ്വ അർജുന. വേത്തി തത്വതഃ അതാണ് പറയുന്നത്. എന്താണ്? ശരിയായ രീതിയിൽ ഭഗവാനെ അറിയണം. അതറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോഴും ജന്മം എടുത്തിട്ട് ഇവിടെ വരാനുള്ള കാരണം ഭഗവാനെ ഇത്രയും മുന്നുള്ള ജന്മങ്ങളിലൊന്നും അറിഞ്ഞിട്ടില്ല ശരിക്ക്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ പ്രത്യേക 9ാമത്തേല് ഭഗവാൻ തന്നെ പറയുന്നു, പുനർജന്മ നൈതി മാമേതി സ്വാർജുന. ഇനി നിനക്കൊരു ദേഹം എടുക്കേണ്ടി വരില്ല എന്നെ കുറിച്ചിട്ട് ശരിയായി അറിഞ്ഞാല്. അപ്പൊ നമ്മള് ദേഹം എടുക്കാനുള്ള കാരണം എന്താണ്? ഭഗവാനെ മറന്ന് ജീവിച്ചു, ഭഗവാനെ അറിയാണ്ട് ജീവിച്ചു. ഭഗവാനെ അറിഞ്ഞ് ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ ജന്മം കർമ്മം എന്ന് പറയുമ്പോ എന്താണ് അതില് ദിവ്യമായിട്ടിരിക്കുന്നത്? നമ്മുടെ ജന്മം പോലെ നമ്മൾ വരാനുള്ള കാരണങ്ങൾ എന്താണ്? നമ്മുടെ ഗുണത്തിനും കർമ്മത്തിനും അടിസ്ഥാനത്തിലാണ് നമ്മൾ വരുന്നത് അല്ലെ. നമ്മുടെ ത്രിഗുണങ്ങൾക്കും മേലെ ആവാനാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. ത്രൈഗുണ്യ വിഷയവേദ നിസ്ത്രൈഗുണ്യ ഭവാർജുന എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ വേദങ്ങളിൽ മുഴുവനും എന്താണുള്ളത്? ഈ ത്രൈഗുണ്യ വിഷയവേദ. ഏതാണ് ഗുണങ്ങൾ? ഏതൊക്കെയാണ്? തമസ്. ഇതാണ് വേദങ്ങളിലുള്ളത്. അപ്പൊ ഈ വേദങ്ങളിലുള്ള ഈ ഗുണങ്ങൾക്ക് അതീതനാവാനാണ് അർജുനനോട് പറയുന്നത്, നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ ഈ ത്രിഗുണങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു. പിന്നെ എന്താണ്? കർമ്മങ്ങളിലും അല്ലെ, കർമ്മബന്ധനത്തിലും നമ്മൾ അകപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഗുണാതീതനായിട്ടുള്ള ഭഗവാൻ അല്ലെ. ഭഗവാൻ ഈ ഗുണങ്ങളൊന്നും ഭഗവാനെ ബാധിക്കില്ല. അതാണ് ഭഗവാന്റെ ദിവ്യത്വം നമ്മൾ പറയുന്നത്. എന്താണ് ഭഗവാന്റെ ദിവ്യത്വം? നമ്മളെ പോലെ ഗുണങ്ങൾ ഭഗവാനെ ബാധിക്കില്ല. ഓക്കെ അല്ലേ? ഭഗവാൻ എന്താണ്? ഇവിടെയുള്ള കർമ്മങ്ങളൊന്നും ഭഗവാനെ ബാധിക്കില്ല. ബന്ധനത്തിലാവുന്ന കർമ്മങ്ങളൊന്നും ബാധിക്കില്ല. അപ്പൊ എന്ത് വേണം? അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ ശരണം പ്രാപിക്കുന്നത്. അപ്പൊ എന്താണ്? നമ്മളും എന്തായി മാറുന്നു? ഗുണാതീതരാകുന്നു. പ്ലാറ്റ്ഫോം മാറുന്നു നമ്മുടെ. അതാണ് പറയുന്നത്, ആ ഭഗവാന്, ആ നാമം, ആ കഥാശ്രവണം, ഇതിലൂടെ നമ്മളും ശുദ്ധീകൃതമായിട്ട് നമ്മളും ഈ ഗുണങ്ങൾ പിന്നെ നമ്മളെ ബാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്? ഇല്ലെങ്കിൽ പറയണേ. അപ്പൊ നമുക്ക് ശ്രമിക്കാം കുറച്ചൊക്കെ അല്ലെ പറയാം. പ്രഭാതരുടെ ഭാവാർത്ഥത്തിലൂടെ ഒക്കെ പോണ കാരണമാണ് നമുക്ക് ഇത്രയും പറയാൻ പറ്റുന്നത് തന്നെ. അപ്പൊ എങ്ങനെയാണ് വേത്തി തത്വത എന്ന് പറയുന്നുണ്ട് അല്ലെ. ശരിയായ രീതിയിൽ ദിവ്യമായ ഭഗവാന്റെ ജന്മ കർമ്മങ്ങൾ ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇവിടെ വീണ്ടും ശരീരം എടുക്കേണ്ടി വരുന്നത്. ഓക്കെ അല്ലേ മാതാജി? അപ്പൊ ശരിയായിട്ട് ഭഗവാനെ അറിയാന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവത്ഗീതയിലൂടെ ഭഗവാനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഭഗവാന്റെ അധരപത്മങ്ങളിൽ നിന്ന് തന്നെയാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത്. അത് അങ്ങനെയായിട്ട് എടുക്കുക. ഇപ്പൊ നമുക്ക് പ്രത്യക്ഷത്തില് ഭഗവാനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ പ്രത്യക്ഷത്തിലുള്ള ഗ്രന്ഥരൂപത്തിലാണ് ഭഗവത്ഗീത ഭാഗവതമൊക്കെ ഇരിക്കുന്നത്. അതിനായിട്ട് എടുക്കുക. എങ്ങനെ എടുക്കണം? എങ്ങനെയാണോ അർജുനൻ ശ്രവിച്ചത്, എങ്ങനെയാണോ അർജുനൻ സ്വീകരിച്ചത്, അതേപോലെ നമ്മളായിട്ട് എടുക്കുക.
ഭഗവാൻ പറയണ പോലെ നിർദ്ദേശങ്ങള് അല്ലേ, ഭഗവാൻ പറയണ പോലെ ജീവിക്കുക. അപ്പൊ എന്തായി? അപ്പൊ എന്ത് സംഭവിച്ചു? നമ്മളും ഗുണാതീതരാകുന്നു. നമ്മളിവിടെ ബന്ധനത്തിലെ ആരെ കൊണ്ടും ബന്ധിപ്പിക്കാൻ കഴിയാതെയാവുന്നു. കറക്റ്റ് ദിവ്യമായിട്ടുള്ള അതാണ് വേദ്യ തത്വത. ശരിയായ രീതിയിൽ ഭഗവാന്റെ ജന്മം കർമ്മം അറിഞ്ഞാല് അതാണ്ട് സ്വീകരിക്കാൻ നമ്മള് കൃഷ്ണനായിട്ട് എടുക്കണം. നമ്മൾ എങ്ങനെ എടുക്കണം? വസുദേവൻ എങ്ങനെയാണ് എടുത്തത്? ആ മധുരയിൽ എങ്ങനെ എടുത്തത്? ആ ഗോകുലത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പോയത്? എടുത്തിടുമ്പോ എന്തുണ്ടായി? ആ ചങ്ങലകളൊക്കെ അഴിഞ്ഞൂലേ? ആ എല്ലാ വാതിലും, ഏതിന്റെ വാതില്? ആ കാരാഗ്രഹത്തിന്റെ വാതിലുകളൊക്കെ താനേ തുറക്കുന്നു. അതേപോലെ നമ്മളുടെ ഈ ബന്ധനം ഇവിടെ ഒരുപാട് ബന്ധനത്തിലാണ് നമ്മളെല്ലാവരും. ഇങ്ങനെയാണ് ഈ ബന്ധനം വരുന്നത്. എത്രയോ കാലങ്ങളായിട്ട് നമ്മള് ഈ മമതാ ബന്ധങ്ങള്, അറ്റാച്ച്മെന്റിലൊക്കെ നമ്മൾ കുടുങ്ങി വസ്തുക്കളിലോട് എന്റെ ഞാൻ എന്നുള്ള ആ ഒരു ഭാവത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. എന്റെ വീട്, എന്റെ കാറ്, എന്റെ ഭാര്യ, എന്റെ മക്കള് അല്ലെ, എന്റെ ജോലി, അങ്ങനെയൊക്കെ നമ്മൾ കുടുങ്ങിയിട്ട് ബന്ധനത്തിലായിരിക്കണം. അങ്ങനെയുള്ള ബന്ധനം നമ്മുടെ ആ വസുദേവര് ആ ഭഗവാൻ എടുത്തോടുകൂടി എന്താണ്, ചങ്ങലകൾ താനേ അഴിയുന്നു, കാരാഗ്രഹത്തിന്റെ വാതിലുകൾ താനേ തുറക്കുന്നു അല്ലെ. അതേപോലെ നമ്മൾ ഈ ഭഗവത്ഗീത ഭാഗവതത്തിനായിട്ട് എടുക്കണം. എങ്ങോട്ട് എടുക്കണം? നമ്മുടെ ഹൃദയത്തിലേക്ക്. അതേപോലെ അനുസരണയുള്ള അർജുനൻ എങ്ങനെയാണോ കരിഷേ വചനം തവ എന്ന് പറഞ്ഞ് സ്വീകരിച്ച പോലെ നമ്മൾ സ്വീകരിക്കാൻ റെഡി ആവണം. ഇത് ആർക്കുള്ളതാണ് ഭഗവത്ഗീത? ഭക്തന്മാർക്ക്, ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത. അങ്ങനെയുള്ളവർ മാത്രം ഭഗവത്ഗീത കേൾക്ക്, സ്വീകരിക്കുക. അവർക്ക് മാത്രം സ്വീകരിക്കാൻ പറ്റുള്ളൂ. എന്നോട് അസൂയുള്ളവര്, എന്റെ സുഹൃത്താവാൻ തയ്യാറാവാത്തവർക്കൊന്നും ഭഗവത്ഗീത സ്വീകരിക്കാനോ പറഞ്ഞു കൊടുക്കാനോ പാടില്ല എന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ പറഞ്ഞു കൊടുത്തിട്ട് അവരൊന്നും സ്വീകരിക്കില്ല. ഭഗവാൻ അറിയാം, എത്രയോ മുന്നേ തന്നെ ഭഗവാൻ അത് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ആ ദിവ്യമായ അങ്ങനെ ജ്ഞാനത്താൽ ശുദ്ധീകൃതരായിട്ടാണ് നമുക്ക് ഈ ദിവ്യ പ്രേമ ബന്ധരാവാൻ പറ്റുക. ജ്ഞാനം കിട്ടണം, ഭഗവാനെ കുറിച്ച് അറിയണം. ഭഗവാന്റെ ജന്മം, ഒരു ജന്മങ്ങൾ നമുക്ക് അല്ലെ, ഭഗവാൻ എങ്ങനെയാണ് ജനിക്കുന്നുണ്ടോ? അച്ഛനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ജന്മങ്ങളും കർമ്മങ്ങളും അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് മോചിതരാവാൻ പറ്റുള്ളൂ. പുനർജന്മം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ എങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെയാന്ന് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളെ കർമ്മം എങ്ങനെ ഇവിടെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതും കൃത്യമായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതും അല്ലെ, എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വേറൊരു ഗ്രന്ഥത്തിലേക്ക് പോകുന്നതിന്റെ ആവശ്യമേ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ ഇവിടെ ഭാവാർത്ഥത്തിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞ പ്രകാരം ഭൗതികത ആത്യന്തികമായി ബാധിച്ചവർക്ക് സർവോത്കൃഷ്ടമായ കേവല സത്യത്തിന്റെ വ്യക്തിഗത സ്വഭാവം മനസ്സിലാക്കാൻ പ്രയാസമാണ്. ആദ്യം എന്താണ്? ഭഗവാൻ ഒരു വ്യക്തിയാണ്. ആർക്ക് സമ്മതിക്കാൻ പറ്റും? നമ്മളെ പോലെ ഒരു വ്യക്തിയാണ് ഭഗവാൻ. സമ്മതിച്ച് കൊടുക്കൂ. ഭഗവാൻ വ്യക്തിയാണോ ശക്തിയാണോ? അതാദ്യം പറയൂ. വ്യക്തിയാണ്. വ്യക്തിയുമാണ്, ശക്തിയുമാണ്. ശക്തി വ്യക്തിയില്ലാണ്ട് എങ്ങനെയാണ് ശക്തി വരിക? വ്യക്തിയിൽ നിന്നല്ലേ ശക്തി വരിക? അല്ലേ? ഞാനൊരു ശക്തിയാണെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ എന്താണ്? അവിടെ വ്യക്തിയിൽ നിന്നാണ് ആ ശക്തി. ഞാനൊരു ശക്തി, എന്റെ ശക്തി കൊണ്ടാണെന്ന് പറയുമ്പോ എന്താണ്? ഞാൻ അവിടെ അല്ലേ, ഞാൻ അവിടെ ഉണ്ട്, എന്റെ ശക്തി കൊണ്ട് എന്ന് പറയുമ്പോ അവിടെ ഒരു വ്യക്തി ഉണ്ട്. അപ്പൊ ആ വ്യക്തി ഭഗവാൻ ഒരു വ്യക്തിയാണെന്ന് ആദ്യം നമ്മള് മനസ്സിലാക്കണം. നമുക്കൊക്കെ രൂപങ്ങളുണ്ട്, രൂപമില്ല, ഭഗവാന് രൂപമില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്താണ് അവരുടെ കാരണം? അവരെ അംഗീകരിക്കാത്ത കാരണം ഭൗതികത ആത്യന്തികമായി ബാധിച്ചവർക്ക് എന്താണ്? അസുഖം കൂടുതൽ ബാധിച്ചവർക്ക് കാണുന്നതൊക്കെ മഞ്ഞപ്പിത്തെന്ന് പറഞ്ഞ പോലെ ഭൗതികതയിലെ ആത്യന്തികമായിട്ട് ബാധിച്ചവർക്ക് സർവോത്കൃഷ്ടമായ കേവല സത്യത്തിന്റെ വ്യക്തിഗത സ്വഭാവം മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഞാൻ തന്നെയാണ് ഈശ്വരൻ, എന്റെ കഴിവ് കൊണ്ട് ഞാൻ ഇതെല്ലാം നേടുന്നു.
മനസ്സിലായി? അങ്ങനെയൊക്കെ ഉള്ള ഭാവങ്ങൾ ഇങ്ങനെ വരും നമുക്ക് ഭൗതികമായിട്ട് ആസ്വാദനങ്ങൾ കൂടുമ്പോ. ഞാൻ എന്റെ കഴിവുകൊണ്ട് എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ നേടിയതിന് എന്തിനാണ് ഏത് ഭഗവാൻ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ അതൊക്കെ എന്താണ് ഭൗതികമായ ആസ്വാദനത്തിൽ എഴുതുമ്പോ ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നുള്ള ഒരു ഭാവത്തിലൊക്കെ വരും. അങ്ങനെയുള്ള ഓരോന്നും ഈ ഭഗവാനെ, നമ്മുടെ ഈ ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ അംഗീകരിക്കില്ല. ദേഹാത്മബോധത്തോടെ ജീവിക്കുന്നവർക്ക് ഭൗതികതയിൽ മുഴുകി പോകുന്നത് കൊണ്ട് ഇത് സാധ്യമല്ല. അങ്ങനെയുള്ള ഭൗതികവാദികൾക്ക് അനശ്വരവും ജ്ഞാനസമ്പൂർണവും ശാശ്വത ആനന്ദപൂർണവുമായ ഒരു ദിവ്യ ശരീരമുണ്ടെന്നും സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല. ഭൗതിക ഭാവനയിൽ ദേഹം നശ്വരവും അജ്ഞാനഭരിതവും ദുരിതപൂർണവുമാണ്. അപ്പൊ എന്താണ് ഭൗതിക ഭാവനയിൽ, ഭൗതികതയിൽ എന്താണ് ശരീരം എന്താണ് എപ്പോ വേണമെങ്കിലും നശിക്കാം, അല്ലേ? അപ്പൊ ഇതല്ലാണ്ട് ഇതിനപ്പുറം ഒരു ശാശ്വതമായിട്ട് സച്ചിദാനന്ദ സ്വരൂപം ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയുന്നില്ല. ഭൗതികതയിലെ മുങ്ങിയിരിക്കുന്നവർക്ക് അറിയുന്നില്ല. ഭഗവാന്റെ രൂപത്തെ പറ്റി കേൾക്കുമ്പോഴും സാധാരണ ജനങ്ങൾ ശരീരത്തെ കുറിച്ച് ഇതേ ധാരണയാണ് ഉണ്ടാകുന്നത്. ഭൗതികവാദികളായ അത്തരക്കാരുടെ ദൃഷ്ടിയിൽ അതിബൃഹത്തായ ഭൗതിക പ്രപഞ്ചമാണ് പരമോന്നതമായത്. അപ്പൊ ഭഗവാനെ ഏതൊക്കെ രീതിയിൽ മനസ്സിലാക്കാന്നാണ് പറയാ? ഏതൊക്കെ രീതിയില്? ആത്മീയ പാത നമുക്ക് ഒരുപാടുണ്ട്, ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പൊ ഭഗവാനെ എങ്ങനെ മനസ്സിലാക്കാന്നാണ് പറയുന്നത്? ഏതൊക്കെ രീതിയിലൂടെ? ബ്രഹ്മേരി പരമാത്മേരി ഭഗവാനിരി ശബ്ദതേ. അപ്പൊ എന്താണ്? ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം, ഭക്തിയോഗം, ഇതിലൂടെയൊക്കെ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും. ജ്ഞാനയോഗത്തിലൂടെ, അഷ്ടാംഗ യോഗത്തിലൂടെ. അതൊക്കെ എന്താണ്? പൂർണ്ണതയാവുന്നില്ല, പരിപൂർണമായിട്ട്. അതാണ് പറയുന്നത് തെക്തോ എന്ന് പറയുന്നത് ഭഗവാൻ. വേത്തി തത്വതഃ. പൂർണ്ണമായി ഞാനെല്ലാം മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ജ്ഞാനയോഗത്തിലൂടെ മുഴുവൻ മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെന്താണ്? അഷ്ടാംഗ യോഗത്തിലൂടെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ? ഭക്തിയോഗത്തിലൂടെ. വേദേഷു സർവം അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേഹ ചാഹം, അല്ലേ? അപ്പൊ വേദങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്, എന്നിൽ നിന്ന് വന്നിട്ടുള്ളതും എഴുതിയതും എല്ലാം ആരാണ്? അതിലൂടെ അറിയേണ്ടതും ആരെയാണ്? എന്നെ. അപ്പൊ ഈ വേദങ്ങളുടെ ഒക്കെ, അല്ലേ, അതിലൂടെ ഒന്നും ആയാൽ ആർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റാൻ എളുപ്പമല്ല. എങ്ങനെയാണ്? എന്റെ ആത്മഭക്തർക്ക്, എന്റെ ഭക്തന്മാർക്ക് മാത്രമാണ് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഭഗവാൻ പറയുന്നത്. ഇപ്പൊ വേദങ്ങളൊക്കെ പഠിച്ചു, എല്ലാ പുരാണങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിച്ചു. ഭഗവാൻ എന്താണ്? ഭഗവാൻ ഒരു പ്രകാശമാണ്, രൂപമില്ല. ഇങ്ങനെ കണ്ടെത്തുന്നവരാണ് ഒരുപാട്. എന്താണ് 100-75% ഇതൊക്കെ പഠിച്ചിട്ടുള്ളവരും കണ്ടെത്തുന്ന സ്ഥിതി അതാണ്. ഭഗവാന് രൂപമില്ല, ഭഗവാൻ ഇതന്നെയാണ് പ്രപഞ്ചത്തിൽ ഈ കാണുന്നത് തന്നെയാണെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അവരാണ് എന്താണ്? ജ്ഞാനയോഗികൾ. ഭഗവാൻ ഒരു പ്രകാശമാണ്, ഒരു ശക്തിയാണ്, ഈ കാണുന്ന പ്രപഞ്ചം തന്നെയാണെന്ന് പറയും. അപ്പൊ അതാണ് പറയുന്നത് ഭഗവാനെ പരിപൂർണമായി മനസ്സിലാക്കുന്നവരാരാണ്? ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവർക്ക് മാത്രമാണ് ഭഗവാനെ ഗോചരനാവുള്ളൂ. എന്താണ്? അതാ ശ്രീകൃഷ്ണ നാമാനി ഭവേദ്ഗ്രാഹ്യമേന്ദ്രിയ സേവോന്മുഖാഹി ജിഹ്വാദ സ്വയമേവാസ്ഫുരത്തതേ. അപ്പൊ പരമാത്മ രൂപത്തിലെ ഭഗവാനെ ധ്യാനിച്ചിട്ട് അഷ്ടാംഗ യോഗങ്ങളിലൂടെ ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ അവർക്കും എന്താണ്? ഗ്രാഹ്യമല്ല. ഭഗവാനെ നമുക്ക് ഗ്രഹിക്കണ്ടേ, ഗോചരനാവണ്ടേ. അതാർക്കാണ് ഭഗവാന്റെ കൃപ? ആർക്കാണ് ഭഗവാൻ കൊടുക്കുക? തന്റെ ഭക്തന്മാർക്ക് മാത്രമാണ്. അപ്പൊ അതാണ് പറയുന്നത്. കുറെ പേര് ഭഗവാന്റെ ആ പാതയിൽ തന്നെയാണ്, പക്ഷെ കുറെ സമയം അവർക്ക് പിടിക്കും. മനസ്സിലായ? അത് കറക്റ്റ് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് പിടിക്കും? കുറച്ച് സമയങ്ങൾ പിടിക്കുമ്പോൾ മാത്രം. അപ്പൊ അത്രയും സമയങ്ങൾ വേസ്റ്റായി പോവാണെന്ന് മാത്രം. അപ്പൊ ആത്മീയ ജീവിതത്തിലും വ്യക്തിത്വം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ വീണ്ടും ഒരു വ്യക്തിയാകുമെന്ന ഭയം കൊണ്ട് അവ്യക്തകരമായ ശൂന്യതയിൽ ലയിക്കുന്നതാണ് അതിലും ഭേദമെന്ന് അവർ ആഗ്രഹിച്ചു പോകുന്നു. വീണ്ടും ഒരു ശരീരം എടുക്കുക എന്ന് പറഞ്ഞാലേ അത് മായാവാദ സിദ്ധാന്തത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്, അല്ലേ? അപ്പൊ ഒരു മരണത്തിന് ശേഷം നമുക്ക് ഒരു ജീവിതമുണ്ട് എന്നുള്ളത് പറയാ. നമുക്ക് വീണ്ടും ഒരു ശരീരം കിട്ടും എന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയമാണ്.
അതാണ് അവര് ലയിക്കുക എന്നുള്ളത് പറയുന്നത്. ബ്രഹ്മത്തിൽ ലയിക്കുക. അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇനി മരണത്തിന് ശേഷം ഈ ഒരു ജീവിതം തന്നെയാണ്, ഇതോടുകൂടി കഴിഞ്ഞു. ഇനി ഒരു ശരീരം എടുക്കുക, വേറൊരു വ്യക്തിയായിട്ട് ഇനിയും വരിക എന്ന് പറയുന്നതൊന്നും അവർക്ക് ഉൾക്കൊള്ളാനേ പറ്റില്ല. അവർക്ക് അത് കേൾക്കുമ്പോഴേ അവർക്ക് പേടിയാണ്. അതാണ് അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. കടലിൽ ലയിക്കുന്ന കുമ്മളകളോടാണ് അവർ ജീവാത്മാക്കളെ ഉപമിച്ചിട്ടുള്ളത്. അവ്യക്തത ഭാവന കൊണ്ട് നേടാവുന്ന ആധ്യാത്മിക ജീവിതത്തിന്റെ പരമ കാഷ്ടയാണിത്. അവരെന്താണ് ആ കുമ്മളകൾ പോലെ അതോടുകൂടി കഴിയുക എന്നാണ് പറയുന്നത്. ഇനി ഒരു ജീവിതം ഇല്ല. ഈ ഒരു ജീവിതം കഴിഞ്ഞാൽ ഇനി ഒന്നുമില്ലാണ്ട് ഭഗവാനിലാണ്ട് ലയിക്കുക, മോശം കിട്ടുക, സായുജ്യ മുക്തിയായിട്ട് നേടുക, വേറെ ഒന്നുമില്ല എന്നാണ് അവരുടെ വിചാരം. വീണ്ടും ഇവിടേക്ക് വരണം. അതറിയണില്ല. ശരിക്കും ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഭക്തിയുത സേവനങ്ങൾ തന്നെ ചെയ്യണം. അല്ലാണ്ട് ഭഗവാന്റെ ലോകത്തേക്ക് എത്താൻ പറ്റില്ല. യോഗികൾക്കായാലും ജ്ഞാനികൾക്കായാലും എന്താണ് വീണ്ടും ഈ ഉയർന്ന ലോകങ്ങളിലേക്കൊക്കെ എത്തിപ്പോവാനേ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഭഗവത്ഗീത ഭാഗവതത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ അവർക്ക് ആത്മീയ നിലനിൽപ്പിനെ പറ്റി പൂർണ്ണമായ അറിവ് കൈവന്നിട്ടില്ലാത്ത ഈ ജീവിതഘട്ടം ഭയാനകമാണ്. ഇതിനു പുറമെ ആത്മീയ നിലനിൽപ്പിനെ കുറിച്ച് യാതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തവരും അനേകമുണ്ട്. ആത്മീയ നിലനിൽപ്പിനെ കുറിച്ചിട്ട് ഒന്നും അറിയാത്തവർ കുറെ ഉണ്ട് അല്ലേ. പല പല സിദ്ധാന്തങ്ങളിലും വൈരുദ്ധ്യങ്ങളിലും തത്വജ്ഞാനപരമായ ഊഹാഭോഗങ്ങളിലും വിട്ട് കുഴങ്ങി അവർക്ക് മനം മടുത്തു പോകുന്നു. ഒരുപാട് നമുക്കുണ്ട് ഫിലോസഫി, കുറെ ഫിലോസഫികളുണ്ട്. അങ്ങനെ എല്ലാറ്റിലും പോയി എല്ലാതും കണ്ടിട്ടും കേട്ടിട്ടും അവർക്ക് മനം മടുത്തു. മതി, ഭക്തിയും വേണ്ട, ഒന്നും വേണ്ട, ഈ മാർഗം തന്നെ വേണ്ട, ഈ ഒരു ജീവിതം അടിച്ചു പൊളിക്കാന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെട്ട് പ്രപഞ്ചത്തിന് മൂലഹേതുവായി ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇതൊക്കെ ശൂന്യം തന്നെ എന്ന് പറയും. ഭക്തിയും വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ പല പല ഇതേപോലെ ഇങ്ങനെ അകപ്പെടുക അല്ലെ. പലതര ഭയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ക്രോധം, എല്ലാവരും പ്രഷർ കുക്കർ പോലെ അങ്ങനെയുള്ള അസുഖങ്ങൾ ബാധിച്ച് ഇതേപോലെ ആത്മീയ പാതകളിലൂടെയൊക്കെ പോവാൻ നോക്കുമ്പോൾ ഇതേപോലെ പല പല ഫിലോസഫികൾ കിട്ടും. അപ്പൊ അതിലൊക്കെ പെട്ടിട്ട് അവിടെയും പറ്റുന്നില്ല, ശരിയായിട്ടുള്ള തലത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ. അതാണ് ഭക്തിയുടെ സേവനത്തിലേക്ക് ഭഗവാനെ ശരിക്കും അറിഞ്ഞിട്ട് ആ പ്രേമപൂർവമായ ബന്ധത്തിലേക്ക് വരണമെങ്കിൽ ശുദ്ധീകൃതരാവണം ആദ്യം അല്ലേ. അപ്പൊ അതാണ് നമ്മൾ ആ നാമജപത്തിലൂടെയൊക്കെയാണ് ആ പ്രോസസ്സ് നടക്കുള്ളൂ. ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ട് തുടക്കം തന്നെ തുടങ്ങണം നമ്മള്. ഞാനെല്ലാം ഭഗവാനെ കേട്ടിട്ട് നാമം ജപിക്കുള്ളൂ. അങ്ങനെ പറയണവരുണ്ട്. ഒരിക്കൽ ജയസാക്ഷി പ്രഭുവിന്റെ ക്ലാസ്സിൽ 4 കൊല്ലം സ്ഥിരമായിട്ട് ക്ലാസ് കേൾക്കാറുണ്ട്. പ്രഭു ചോദിച്ചു, എത്ര മാല ജപിച്ചത്? നാമൊന്നും ജപിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പൊ അതാണ് എല്ലാം കേട്ടിട്ടാണ് ഞാൻ ഭക്തിയുത സേവനങ്ങൾ ചെയ്യാൻ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു തുടങ്ങിയാല് അപ്പൊ ഈ പറയണ ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവ് നമ്മുടെ ഉള്ളിലേക്ക് ഇരിക്കില്ല. എന്താണ് നമ്മുടെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ എന്താണ് ഉണ്ടാവുന്നത്? ആ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അല്ലെ ഭഗവാനെ. ആ ഗുണ്ടീച ക്ഷേത്രം വൃന്ദാവനമായിട്ടാണ് കരുതുന്നത് അല്ലേ. ആ ഗുണ്ടീച ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ അവിടെ എന്താണ്, അവിടെ ആദ്യം നമുക്ക് ചൈതന്യ മഹാപ്രഭു എന്താണ് കാണിച്ചത്? ആ ക്ലീനിങ് അല്ലേ. ആ അമ്പലം അവിടെ ക്ലീൻ ചെയ്യണം ആദ്യം അല്ലേ. അവിടെ ക്ലീനിങ് ആണ് ആദ്യം ചെയ്യുന്നത്. അവിടെ ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തന്നു. അതേപോലെ നമ്മുടെ ഹൃദയം വൃന്ദാവനമായിട്ട് ആ ഗുണ്ടീച ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ്? വൃന്ദാവനമായിട്ട് മാറണം. അതിനെന്താണ് ഇവിടെ ക്ലീനിങ് ചെയ്യണം. എന്നാലാണ് ആ രഥത്തില് നമുക്ക് ആ ഗോപികമാരെ ആ കുരുക്ഷേത്ര അതിന് എങ്ങനെയാണോ വലിച്ചത് ആ ഹൃദയമാകുന്ന നമ്മുടെ വൃന്ദാവനത്തിലേക്ക് ഭഗവാനെ ഇരുത്തണമെങ്കിൽ ആദ്യം ഇവിടെ എന്ത് വേണം? ക്ലീനിങ് ചെയ്യണം. അതിനാണ് നമ്മൾ പറയുന്നത് ഒന്ന് നാമം ജപിച്ചു തുടങ്ങും. അല്ലാണ്ട് എല്ലാം കേട്ടിട്ട് ഭഗവാനെ കുറിച്ച് ഞാൻ ആദ്യം എല്ലാം കേട്ടിട്ട് എന്താ ചെയ്യുന്നത്? അയ്യോ ഇനി എനിക്ക് ശരീരവും വേണ്ട, ഒന്നും വേണ്ട, മുക്തിയായിട്ട് കിട്ടിയാൽ മതി എന്നാണ്ട് തോന്നും. ഒന്നും ചെയ്യില്ല, ഭക്തിയുത സേവനങ്ങളൊന്നും ചെയ്യില്ല. അപ്പൊ അങ്ങനെ അകപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്, ഭഗവാൻ വന്നിരുന്ന് നമ്മുടെ ഹൃദയം വൃന്ദാവനമായി മാറണമെങ്കിൽ എന്ത് വേണം? ചെറിയ ജീവിത രീതി, ഉയർന്ന ചിന്താഗതിയിലെ ഭഗവാന്റെ ആ സ്മരണയിലാണ് ആ വൃന്ദാവനം എങ്ങനെയാണുള്ളതാണ്. അവിടെ എപ്പോഴും ആ കൃഷ്ണസ്മരണ, കൃഷ്ണന് വേണ്ടി മാത്രല്ലേ. അങ്ങനെയുള്ള ഹൃദയത്തിലെ എന്താണ് ഒരു മാലിന്യവും ഉണ്ടാവില്ല. അവിടേക്കാണ് ആ രഥത്തില് ഭഗവാൻ വന്നിരിക്കുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം?
നമ്മുടെ ലോകാവിഷ്ടമായിട്ടുള്ള, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ലോകാവിഷ്ടമായ മട്ടിലാണ് അത്തരക്കാരുടെ ജീവിതം. ഭൗതിക ആസക്തി കൂടുതലുള്ളതിനാൽ ചിലർ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കാറേ ഇല്ല. ഭൗതികാസക്തി, അതാണ് എല്ലാവരും അകപ്പെട്ടിരിക്കുന്നത് അല്ലെ. കലിയുഗാണ്, എല്ലാവരും അതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലർക്ക് ബ്രഹ്മത്തിൽ ലയിക്കാനാണ് ആഗ്രഹം. ചിലരായിട്ട് ആത്മീയമായ എല്ലാ ഊഹാഭോഗങ്ങളിലും വെറുപ്പ് വന്ന് നിരാശ മൂലം ഒന്നിനെയും വിശ്വസിക്കാതെയാവുന്നു. ഈ ഒടുവിൽ പറഞ്ഞ കൂട്ടരാണ് പിന്നെന്താണ് ലഹരി പദാർത്ഥങ്ങളിൽ അഭയം പ്രാപിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാം കൊണ്ടും മടുത്തു. ഇനി ഇവരൊറ്റയ്ക്ക് പോയിട്ട് ഇതൊന്ന് ചെയ്യൂ, കൊണ്ടുപൊക്കോളാൻ പറയും. ഞങ്ങളിതൊക്കെ കുറെ പയറ്റിയുള്ളതാണ്, ഭക്തിയും വേണ്ട ഒന്നും വേണ്ട. അതാ ഇങ്ങനെയുള്ളവരുണ്ട്. അവരടുത്തേക്ക് ഒരു ഭക്തര് ഇതൊക്കെ നമ്മൾ കുറെ കണ്ടതാന്നൊക്കെ പറയില്ലേ, അവർക്ക് അടുത്തേക്ക് നമ്മൾ ഇതൊന്നും പറഞ്ഞു പോവാനേ പറ്റില്ല. അവരുടെ സ്മൃതി വിഭ്രമങ്ങൾ ചിലപ്പോൾ ദിവ്യദർശനത്തിന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഭൗതിക ആസക്തിയുടെ 3 ഘട്ടങ്ങളെയും മനുഷ്യൻ പിന്നിടേണ്ടിയിരിക്കുന്നു. ആത്മീയ ജീവിതത്തോടുള്ള ഉപേക്ഷഭാവം, ആത്മീയമായൊരു വ്യക്തിത്വത്തെ കുറിച്ചുള്ള ഭയം, ജീവിത നൈരാശ്യത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ശൂന്യതാവാദം. ജീവിതത്തിൽ ഒരുപാട് നൈരാശ്യം വന്നാൽ എന്തുണ്ടാവും? എല്ലാം ശൂന്യമാണ്. ഇവിടെ ഒരു ഈശ്വരനുമില്ല, ഒന്നുമില്ല. നമ്മുടെ കഴിവുകൊണ്ട് എങ്ങനെയും ജീവിച്ചു പോവാം. അല്ലാണ്ട് ഒരു ഈശ്വരനും വന്നിട്ട് രക്ഷപ്പെടുത്താൻ പോണില്ല എന്നുള്ള അത്രയും നിരാശയില് ജീവിതത്തിൽ അനുഭവങ്ങൾ വരുമ്പോ അതാണ് പറയുന്നത്, നമ്മളൊക്കെ ചെറുപ്പത്തിൽ തന്നെ അഭ്യസിക്കേണ്ടതാണ് ആ ഭഗവാന്റെ കൃപ അല്ലെ. എത്രയോ കൃപയാണ് ആ പൂതനയ്ക്ക് കൊടുത്തത്. ആ ഒരൊറ്റ സ്പർശനല്ലേ, ആ ഭഗവാന്റെ ആ നാമത്തിലൂടെ ആ ഭഗവാന്റെ ലീലകളൊന്ന് കേട്ടാല് അത്രയും കാരുണ്യവാനായിട്ടുള്ള ഭഗവാനെ അറിയുമ്പോ ആ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് ഓരോ അനുഭവങ്ങളിലൂടെ ഭഗവാൻ തരുന്നത്. ദുഃഖങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും വരുമ്പോ എന്താണ്, ഇത് എന്നെ ശുദ്ധീകരിക്കാനാണ്. ഭഗവാനറിയാം നമ്മുടെ കർമ്മങ്ങള്. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ അറിയില്ല. നമ്മള് ഭാണ്ഡക്കെട്ടായിട്ടാണ് വന്നത് എത്രയോ ജന്മങ്ങളില്. ഈ ഭാണ്ഡക്കെട്ടുകളൊക്കെ ഭഗവാൻ അറിയാം എത്രത്തോളം നീ ശുദ്ധീകരണനായിട്ടുണ്ട് ഇവിടെ എന്നുള്ളത്. നമ്മൾ കുറെയൊക്കെ ഭക്തിയൊക്കെ ചെയ്തു വരുമ്പോ നമുക്ക് തോന്നും നമ്മളൊക്കെ ഇപ്പൊ നല്ല ഭക്തരാന്ന് തോന്നും. ആ നേരത്താണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ നാരായണിയായിട്ടുള്ള ഭഗവാന്റെ തന്നെ ശക്തിയിലെ ആ ദേവി ഒരു ടെസ്റ്റ് തരും നമുക്ക്. പരീക്ഷ മായയുടെ രൂപത്തില് ഇതേപോലെ ഒരു ടെസ്റ്റ് തരും. അപ്പൊ എന്താണ്, പരീക്ഷയാണ് നമുക്ക് അല്ലെ. നമുക്കൊന്ന് 1-ന്ന് 2-ാം ക്ലാസ്സിലേക്ക് എത്തണമെങ്കിൽ ഒരു പരീക്ഷ വേണ്ട അവിടെ അല്ലേ. എല്ലാറ്റിനും ഉയർന്ന ക്ലാസ്സിലേക്ക് നമുക്ക് പോകുമ്പോ ഒരു പരീക്ഷ വേണം. അപ്പൊ ആ പരീക്ഷകൾ ഇടയ്ക്ക് വരും. ആ പരീക്ഷകളിൽ വിജയിക്കണുണ്ടോ അല്ലേ നോക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതേപോലെ എന്താണ് വേണ്ടത്, നമ്മുടെ ഉള്ളിലത്തെ ഈ വികാരങ്ങളിലെ മനോമാലിന്യങ്ങൾ കംപ്ലീറ്റ് മാറിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ശുദ്ധീകരണം. ഇവിടെ എന്തെങ്കിലും ചെറിയൊരു മമതാബന്ധം ഉണ്ടെങ്കിലും ഭഗവാൻ നമ്മളെക്കാളും ആഗ്രഹിക്കുകയാണ് ഭഗവാന്റെ ഭക്തന്മാരെ ഭഗവാനിലേക്ക് കൊണ്ടുപോകാൻ. അത്രയും പ്രിയത്തോടു കൂടിയിട്ടാണ് ആ ടെസ്റ്റ് തരുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയും കാലം നാമം ജപിച്ചിട്ട് ഇങ്ങനെ വന്നല്ലോ, കംപ്ലീറ്റ് വിടാൻ തുടങ്ങും. ഇനി സത്സംഗവും വേണ്ട, നാമജപവും വേണ്ട. പക്ഷെ എന്താണ്, ശരിയായിട്ടുള്ള ക്ലീനിങ് പ്രോസസ്സ്, ആത്മാർത്ഥമായിട്ടുള്ള ആ വിളി, ആ ആത്മാർത്ഥമായിട്ടുള്ള ഭഗവാനെ കുറിച്ച് കേട്ട് ശുദ്ധീകൃതമായാൽ എന്താണ് മനസ്സിലാവുക, നമ്മുടെ ഭഗവാൻ എത്ര കൃപാലുവാണെന്നുള്ളത്. ഓരോ ടെസ്റ്റുകളും ഓരോ പരീക്ഷണങ്ങളും വരുമ്പോ ഇത് ഭഗവാന്റെ പരീക്ഷ, എന്താണ് എന്നോട് എന്റെ ഉള്ള ക്ലീനിങ് ആയിട്ടില്ല, ഭഗവാൻ തന്നെ കൃപയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം, ആ കുന്തി ദേവിയുടെ സ്തുതികളൊക്കെ ഒന്ന് പോണല്ലേ നമ്മള്. ഇത്രയും ദുഃഖങ്ങളുടെ മേലെയാണ് ഭഗവാനെ വെച്ചിരിക്കുന്നത് കുന്തി ദേവി അല്ലെ. ഇനിയും തരൂ കൃഷ്ണ എന്ന് നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മൾ അതോടുകൂടി വിടുകയാണ്. കൃഷ്ണനെയൊക്കെ ജപിച്ച് എങ്ങനെയൊക്കെ ആയിട്ട് ആദ്യം തന്നെ വിടാൻ തുടങ്ങും എന്തെങ്കിലും വന്നാൽ അല്ലേ. അപ്പൊ അതാണ് ഭഗവാനെ അറിയാന്ന് പറയുന്നത്. നമ്മളോട് കാണിക്കുന്ന കൃപയാണ്. ഇവിടെ മുഴുവൻ എല്ലാവരോടും ഈ കൃപ ഉണ്ട്. ഭഗവാൻ എല്ലാവരോടും കൃപ കാണിക്കുന്നുണ്ട്. ഒരാളോടൊന്നുമില്ല, പ്രത്യേക പ്രിയമോ ഇല്ല, പ്രത്യേക ദേഷ്യമോ ഇല്ല. പക്ഷെ എന്താണ്, എന്റെ ഭക്തന്മാരെ എനിക്ക് വേണ്ടിയിട്ട് അല്ലെ, എനിക്ക് വേണ്ടിയിട്ട് ശരീരവും മനസ്സും ബുദ്ധിയും ഒഴിഞ്ഞു വെച്ചിട്ട് ജീവിക്കുന്ന ആ ഭക്തന്മാരിലെ ഒന്നും അകപ്പെടാണ്ട് ശുദ്ധീകൃതമായിട്ട് മാറ്റി ഭഗവാന്റെ ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മളെ ഇതേപോലെ കൃപയാണ് നമ്മളോട് കാണിക്കുന്നത്. മനസ്സിലാക്കുന്നത് ആർക്കാണ്? ഭക്തന്മാർക്ക് മാത്രം അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
മനസ്സിലായോ? അപ്പൊ ആ കൃപാലുമായിട്ടുള്ള ഭഗവാനെ നമ്മൾ സ്വീകരിക്കാൻ റെഡിയാവണം. എങ്ങനെ സ്വീകരിക്കാൻ റെഡിയാവണം എല്ലാവരും? അർജുനൻ എന്താണ് 9ാമത്തെ അധ്യായമൊക്കെ ആകുമ്പോഴേക്കും കറക്റ്റ് നമുക്ക് എന്താണ് ആ രാജഗുഹ്യ ആ യോഗത്തിലേക്ക് നമ്മൾക്ക് കൊണ്ടുപോകണം അല്ലെ. രഹസ്യങ്ങളുടെ രഹസ്യം നമുക്ക് കാണിച്ചു തന്നിട്ട് 10ലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ അർജുനൻ ഗംഭീരമായിട്ട് സ്തുതിക്കുന്നുണ്ട്. പരബ്രഹ്മം പരന്ധാമം പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭോ അല്ലേ. അതേപോലെ പരമമായിട്ടുള്ളത് അങ്ങാണ്, പരബ്രഹ്മമായിട്ടിരിക്കുന്നതും പരമമായ ധാമം അങ്ങനെയാണ് പ്രാപിക്കേണ്ടത് അല്ലെ. പരമമായിട്ടുള്ള ധാമമായിട്ടിരിക്കുന്നതും പവിത്രമായിട്ടുള്ളതും പുരുഷൻ എന്ന് പറഞ്ഞാൽ എൻജോയർ, ആസ്വാദകനായിട്ടുള്ളതും ദിവ്യമായിട്ടുള്ളതും അജനായിട്ടുള്ളതും അല്ലെ. അങ്ങനെയുള്ള ആ ഭഗവാനെ സ്തുതിച്ച പോലെ അത്രയും നമ്മുടെ ഉള്ളില് ഭഗവാൻ വന്ന് നിറയണം. ഹൃദയത്തില് ആ സ്മരണയും അതേപോലെ നമ്മൾ സ്വീകരിച്ചാലേ ക്ലീനിങ് കഴിഞ്ഞ് ഈ ജ്ഞാനം നമ്മൾ നേടണം. എന്താണ് നമ്മളോട് ഭഗവാൻ എപ്പോഴും കാട്ടിക്കൊണ്ടിരിക്കുന്നത്? വെറും കൃപ മാത്രം, വേറെ ഒന്നുമില്ല. നമ്മളോട് കൃപയാണ്, എല്ലാം വരുന്നത് മുഴുവൻ കൃപ, വേറെ ഒന്നുമില്ല. കംപ്ലീറ്റ് ഇവിടുന്ന് എന്താണ് ആ ജഡവർദ്ധനിൽ നിന്ന് കംപ്ലീറ്റ് അല്ലേ ഉണ്ടായിരുന്ന ഏത് സാഹചര്യങ്ങൾ നമുക്ക് വന്നാലും അതിൽ അകപ്പെടാത്ത തരത്തില് നമ്മുടെ സുധാമ, ഇനി നിനക്ക് സ്വർഗം വരെയുള്ള ഇത് തന്നാലും നീ എന്നെ വിടില്ല എന്ന് മനസ്സിലായി കൃഷ്ണന്. ആ ദാരിദ്ര്യത്തില് അതിന്റെ പരമകോടിയിലെത്തിയില്ലേ. എന്നിട്ടും ആ ഭക്തി ഉപേക്ഷിച്ചിട്ടില്ല. ഇനി നിനക്ക് സ്വർഗം വരെ ഞാൻ തന്നാലും ഭഗവാൻ അറിയാം എന്റെ ഭക്തൻ എന്നെ വിടില്ല എന്നുള്ളത്. ആ സമയത്താണ് അത് തരുന്നത്. അത് നമുക്കിങ്ങനെയുള്ള പല പല തരത്തില് ദാരിദ്ര്യത്തില് നമ്മളിങ്ങനെ താഴ്ത്തി പല ബന്ധുജനങ്ങൾ അകറ്റുന്നു, പൈസ അകറ്റുന്നു, പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് അകറ്റുമ്പോ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എത്ര പ്രക്ഷുബ്ധമാവുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ഭക്തന്റെ ലക്ഷണം. പ്രക്ഷുബ്ധമാകാണ്ട് സമനിലയിലിരിക്കണം അല്ലേ. അപ്പൊ ആ കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അഭ്യാസേന കൗന്ദേയ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഇവിടെ പ്രധാനപ്പെട്ടത്? ഭക്തിയുഗ സേവനത്തിന്റെ ശാസ്ത്രമായ ഭക്തി രസാമൃത സിന്ധുവിൽ പറഞ്ഞ ശ്ലോകമാണ്. അതിലെന്താണ് പറയുന്നത്? ഭക്തിയുഗ സേവനങ്ങളില് ആദ്യം എന്താണ് സേവനം? ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി എന്ന് പറഞ്ഞാല് സേവനം, ഭക്തിയുത സേവനം, അതാണ് ചെയ്യേണ്ടത്. ഭക്തി എന്ന് പറഞ്ഞാൽ വേറെ ഇതൊന്നുമില്ല. എങ്ങനെയാണ് ഭക്തന്മാര് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്താണ് ആദ്യം എന്താണ് വേണ്ടത്? ശ്രദ്ധ, സാധുസംഘം, ഇതിലതാണ് പറയുന്നത്. ശ്രദ്ധ. അപ്പൊ നമുക്ക് സ്റ്റെപ്പുകൾ ഉണ്ട് അല്ലെ. ആദ്യം എന്ത് വേണം? ഭഗവാനിൽ ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞാല് ഒരു വിശ്വാസം അല്ലെ. ചെറിയൊരു വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ഭഗവാൻ കൈ വരിയില്ല, വിളിച്ചാൽ വരും, അനുഗ്രഹിക്കും അല്ലെ. പിന്നെ എന്താണ്? ആ രൂപത്തിനോട് ഒരു ചെറിയൊരു ആകർഷണം അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്നിട്ടാണ് നമ്മൾ എന്തിലേക്ക് എത്തിയത്? സാധു സംഘത്തിലേക്ക്, ഭക്തന്മാരുടെ ഇടയിലേക്ക് നമ്മൾ എത്താൻ കാരണം അല്ലേ. സാധു സംഘത്തിലേക്ക് എത്തി. പിന്നെന്താണ്? സാധു സംഘത്തിലെത്തിയാൽ പിന്നെ എന്താണ് തുടങ്ങേണ്ടത്? ഭജനക്രിയ അല്ലേ. ഭജനക്രിയ വന്നു തുടങ്ങിയാലാണ് നമ്മുടെ ഉള്ളിലുള്ള അനർത്ഥ നിവൃത്തികളൊക്കെ നടക്കുന്നത്. അനർത്ഥ നിവൃത്തികൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ സാധു സംഘത്തിന്റെ പ്രാധാന്യം പിന്നെ എല്ലാവർക്കും അറിയാം അല്ലെ. സാധു സംഘ സർവശാസ്ത്രകയ ലവ മാത്ര സാധു സംഘ സർവസിദ്ധിഹയ. അപ്പൊ ഒരു ലവ മാത്രമായിട്ടായാലും ആ സാധു സംഘ സത്സംഗത്തിൽ വന്നാലാണ് എന്താണ് ഉണ്ടാവുന്നത്? നമ്മുടെ ഉള്ളിലുള്ള അനർത്ഥ നിവൃത്തികളൊക്കെ നടക്കുന്നത്. ശുദ്ധീകൃതമാവണ്ടേ എല്ലാം കൊണ്ടും. എന്താണ് ഈ ശരീരം എന്തിനാണ് തന്നിരിക്കുന്നത്? ശുദ്ധീകൃതരാവാൻ അല്ലെ. ഈ ശരീരം മനുഷ്യ ശരീരത്തിൽ ഇരുന്നാൽ മാത്രമാണ് ഈ ശുദ്ധീകരണ പ്രക്രിയ ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു ശരീരത്തിലിരുന്നാലും ഒരുപാട് 84 ലക്ഷം ജീവജാലങ്ങളിലൂടെ കടന്നു പോയിട്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കിട്ടിയിട്ടുള്ള ശരീരമാണിത്. ഇതിലിരുന്നാൽ മാത്രമാണ് ശുദ്ധീകരണ പ്രക്രിയ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒരു ശരീരത്തിലും പറ്റില്ല.
ഇവിടെ ആസ്വദിക്കാനുള്ള കാര്യങ്ങളും തന്നു. ഒപ്പം തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഈ ഭഗവാന്റെ ഗ്രന്ഥങ്ങളും നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അതിലൂടെ എങ്ങനെ ജീവിച്ച് എങ്ങനെ നമ്മൾ ശുദ്ധീകൃതരായി തിരിച്ച് ഭഗവത് ധാമത്തിലേക്ക് പോവാനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ അതിനാണ് ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ, അങ്ങനെയുള്ള തലങ്ങളുണ്ട്, സ്റ്റെപ്പുകളുണ്ട് ഭക്തിയില്. ഒറ്റയടിക്ക് ഞാൻ വന്നു ഞാൻ ജപിച്ചു എന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല. ഇപ്പൊ എത്രയോ യുഗങ്ങളിലാണ് ആ നളകുബേരം അവര് നിന്നതെന്ന് അറിയും. ആ ശുദ്ധീകരണം നടക്കാൻ വേണ്ടി ഭഗവാനെ കാത്തിരുന്ന് നിരന്തരം കേട്ട് അപ്പൊ പണ്ടുള്ള കാലങ്ങളിൽ പണ്ട് കാലമില്ല, പണ്ട് യുഗങ്ങളിലൊക്കെ ഓരോ യുഗങ്ങളിലും എത്രയോ തപസ്സുകൾ ചെയ്യണം അല്ലേ. അപ്പൊ നമുക്ക് എളുപ്പത്തില് കലിയുഗത്തിന്റെ പ്രത്യേകതയും ഭാഗ്യം ഇതാണുള്ളത്. എന്താണ്? നാമയജ്ഞത്തിൽ നമ്മൾ ഏർപ്പെട്ടാൽ മതി. വേറെ കഠിന പ്രയത്നങ്ങളോ തപസ്സുകളോ ഒന്നും ചെയ്യണ്ടെന്നാണ് പറയുന്നത്. വെറും ഈ നാമജപത്തിലൂടെ ഭഗവത് പ്രാപ്തി നമുക്ക് നേടാൻ പറ്റും. ഓക്കെ അല്ലേ മാതാജി? അധികം കഠിന തപസ് വേണോ അതിന്? 24 മണിക്കൂറിലെ വെറും 10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ് തന്നെ വേണ്ട ഒരു മാല ജപിക്കാൻ. എത്രയോ മണിക്കൂറുകൾ നമ്മൾ വെറുതെ സമയം ചെലവഴിക്കണം. അപ്പൊ ഈ ഒരു കലിയുഗത്തില് ഏറ്റവും എളുപ്പത്തില് ലിഫ്റ്റിലും കയറി പോണ പോലെ നമുക്ക് പോവാൻ പറ്റുമെന്നാണ് പറയുന്നത്. വെറും ആ ശ്രവണ കീർത്തനം ഉണ്ടായാൽ തന്നെ ബാക്കി എല്ലാതും സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം അല്ലെ, ഭക്തിയുദ്ധ സേവനങ്ങള് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്. പിന്നെ നമ്മൾ അതൊക്കെ ചെയ്തു പോന്നോളൂ. ആദ്യം വേണ്ടത് എന്താണ്? ശ്രവണം, ഭഗവാനെ കുറിച്ച് കേൾക്കുക. ഈ ദിവ്യമായിട്ടുള്ള ഈ ജന്മങ്ങളും ഭഗവാന്റെ കർമ്മങ്ങളും ലീല അവതാരങ്ങളും ഒക്കെ അല്ലേ, അത് നിരന്തരം കേൾക്കണം. നമ്മുടെ ഭാഗവതത്തിലെ പൃഥുചരിതത്തിലെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോ എന്തു വരാണ് ചോദിക്കും. 99 അശ്വമേധ യജ്ഞവും കഴിഞ്ഞു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോ പൃഥു മഹാരാജിനോട് ചോദിക്കണം എന്ത് വരാൻ വേണമെങ്കിലും ചോദിച്ചോളൂന്ന്. അപ്പൊ ഭഗവാൻ പൃഥ്വിരാജ് പറഞ്ഞു, ഇവിടെ മക്കള് വേണം, ഭാര്യ വേണം, വീട് വേണം, കല്യാണം കഴിഞ്ഞിട്ടില്ല, ജോലി കിട്ടിയിട്ടില്ല, ഇതൊക്കെ സ്വാഭാവിക. ഇതിന് വേണ്ടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. വരം നേടാൻ വേണ്ടി നടക്കേണ്ട ഇത് സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്. ചില ഏറ്റക്കുറച്ചിലുകളും ചില ഇതും മാത്രമേ ഉണ്ടാവുള്ളൂ, അത് നടന്നോളും. ഇതല്ല, ഒരു ഭക്തൻ എന്താണ് ആഗ്രഹിച്ചത്? ലക്ഷക്കണക്കിന് കാരണങ്ങള് എനിക്ക് വേണമെന്ന്. എന്തിനാണ്? ആ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ കേൾക്കാൻ ഈ 2 ചെവി പോരാണ്. ലക്ഷക്കണക്കിന് കാരണങ്ങൾ വേണം, ചെവികൾ വേണമെന്ന്. അപ്പൊ നോക്കൂ. അപ്പൊ അതേപോലെ അത്രയും ആ ശ്രവണത്തിലൂടെ എന്താണ് അടുത്ത സ്റ്റെപ്പ്? ശ്രവണത്തിലൂടെ എന്താണ് നടക്കണത്? തന്നെ കീർത്തനം വരൂലേ. ഭഗവാനെ കേട്ടാ പിന്നെ നമ്മൾ എടുക്കാൻ തയ്യാറാവണം. റെഡി കൃഷ്ണാണ് കരിഷ്യ വചനം എന്താവാ അർജുനൻ സ്വീകരിച്ച പോലെ എടുക്കുക. പിന്നെ എന്തിനാണ് നീ സമയം കളയുന്നത്? അണ്ട നാമജപത്തിലേക്ക് എന്താ ഇറങ്ങുക. ആ നാമജപത്തിലേക്ക് എന്താ ഇറങ്ങുമ്പോ എന്താണ് ഉണ്ടാവുന്നത്? പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ കണ്ടു നോക്കിക്കോളും. പിന്നെ ഒന്നും നമ്മൾ നോക്കണ്ട, ഒന്നും ചിന്തിക്കണ്ട. ശുദ്ധീകരണം നടന്നു, ജ്ഞാനവും കിട്ടി, കൃഷ്ണനാണ് പരമമായിട്ടുള്ളത് എന്നുള്ളതും കിട്ടി. ആ 10:8 എന്താണ്? അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇത് മത്തോ ഭജന്തേ മാം ബുധാഭാവ സമന്യത അല്ലെ. അഹം ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ മാത്രമല്ല എല്ലാ ലോകത്തിന്റെയും പ്രഭു ഞാനാണ്. അപ്പൊ തന്നെ അവിടെ ഒരു പ്രഭു എന്ന് പറയണ്ടല്ലേ. അപ്പൊ അവിടെ ഒരു വ്യക്തിയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ആൾക്കാർ ഭഗവാനെ വ്യക്തിയായിട്ട് സ്വീകരിക്കുന്നില്ല? ആരാധിക്കാൻ വരുന്നില്ല അല്ലെ. ശുദ്ധീകരണം വരാത്തത് കൊണ്ട് ഈ ഭോഗൈശ്വര്യങ്ങളിൽ പെട്ടിട്ട് ഞാൻ തന്നെയാണ് ഈശ്വരൻ, എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നുള്ള ഒരു ഭാവല്ലേ. നിരീശ്വരൻ നന്നായി കയറി ഒരു ഈശ്വരനുമില്ല എന്റെ കഴിവുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അല്ലെ. വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ ആരാണ് ഭഗവാൻ എന്നുള്ളത് നമുക്ക് വേറെ ഒന്നും അന്വേഷിക്കേണ്ട. ആർക്കും ധൈര്യമായിട്ട് എവിടെ വേണേലും ഞങ്ങളുടെ ഭഗവാൻ കൃഷ്ണനാണ് എന്ന് പറയാൻ പറ്റണം. ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും ഒരുപാട് ദേവി ദേവന്മാരുള്ള കാരണം ഒരു കൺഫ്യൂഷനും ഇടവരണ്ട. എല്ലാവരും ഭഗവാന്റെ ആശ്രിതരാണ്. അവരാരും താഴ്ത്തി കെട്ടൊന്നല്ല. അവരൊക്കെ എന്താണ്? മഹാജനങ്ങളാണ്. ഭഗവാന്റെ സേവകരാണ്, വൈഷ്ണവരാണ്, ഭഗവാന്റെ ഭക്തന്മാരാണ് അവരൊക്കെ. അപ്പൊ ആരാണ് അഹം സർവസ്യ പ്രഭു എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി അല്ലെ.
എല്ലാത്തിന്റെയും പ്രഭുവായിട്ടുള്ളത് നേരിട്ട് ഭഗവാൻ തന്നെ വന്ന് പറയണം. പിന്നെ എന്തിനാണ് സംശയം? അങ്ങനെയുള്ള ആളെ നമുക്കായിട്ട് സ്വീകരിക്കാൻ റെഡിയാവുക, വേറെ ഒന്നും വേണ്ട. അപ്പൊ എന്താണ് ഇവിടെ ഭാവഭക്തിയിലേക്കും അതാണ് ഭഗവാൻ പറയുന്നത്, പ്രേമഭക്തിയിലേക്കും ഒക്കെ ഒരാൾക്ക് ഉയരാൻ സാധിക്കും. സമയം പിന്നെന്താണ് വേണ്ടത്? നമ്മളിങ്ങനെ പോകുന്നു അല്ലെ. അപ്പോ ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രാഥമികമായ ആഗ്രഹം വേണം. ആദ്യം എന്ത് വേണം? ആഗ്രഹങ്ങൾ. എനിക്ക് ഭഗവാനെ പ്രാപിക്കണം, ആത്മസാക്ഷാത്കാരം നേടണം. ഞാൻ ആരാണ്? ആരാണ് ഭഗവാൻ? എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകണം എന്നുള്ള അതൊക്കെ അറിയാനുള്ള ആഗ്രഹങ്ങൾ നമ്മളിൽ വേണം. പ്രാഥമികമായിട്ട് അതാണ് വേണ്ടത്. അത് ആത്മീയോകർഷം നേടിയവരുമായുള്ള സമ്പർക്കത്തിന് ശ്രമിക്കുന്ന അവസ്ഥയിലെത്തിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾക്ക് എവിടെയാണ് ഇതൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് നമ്മൾ സത്സംഗത്തിലേക്ക് എത്തിപ്പെടുന്നത്. അടുത്ത ഘട്ടത്തിൽ ശ്രേഷ്ഠനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ദീക്ഷ ലഭിക്കുകയും വേണം. അടുത്ത ഘട്ടത്തിൽ എന്താണ്? ഇതൊക്കെ അറിയുമ്പോ പിന്നെ എന്താണ് ഉണ്ടാവുന്നത്? ബ്രഹ്മാണ്ട പ്രമിതേ കോനെ ഭാഗ്യവാൻ ജീവ ഗുരു കൃഷ്ണ പ്രസാദേ പായ ഭക്തി ലതാ ബീജം. അങ്ങനെയാണ് ഭക്തിയുടെ ബീജം നമ്മളിലേക്ക് കിട്ടുന്നത്. ആരിൽ നിന്നാണ്? ഗുരുവിൽ നിന്ന്. അവിടുന്ന് തുടക്കം തുടങ്ങണമല്ലോ. ആദ്യം ആ ഒരു ആഗ്രഹം വന്ന് സത്സംഗത്തിൽ വന്ന് ജപമൊക്കെ തുടങ്ങി അല്ലെ, സേവനത്തിലൊക്കെ തുടങ്ങുമ്പോ എന്ത് വേണം? പിന്നെ ദീക്ഷയിലേക്ക് നമ്മൾ, അതായത് ഗുരുവിനെ സ്വീകരിക്കണം. എങ്ങനെ? അതാണ് പ്രത്യേകം ഇതിന്റെ ഗുരുവിന്റെ മേൽനോട്ടത്തിൽ സേവന കർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ആസക്തി ആകമാനം നീങ്ങി ആത്മസാക്ഷാത്കാരം സ്ഥിരമാകുന്നു. അപ്പൊ ആത്മസാക്ഷാത്കാരത്തിലേക്ക്, ആ പാതയിലേക്ക് നമ്മൾ ഉറയ്ക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഗുരുവിന്റെ കീഴിൽ നമ്മൾ. അപ്പൊ അതാണ് എങ്ങനെയുള്ള ഗുരു വേണം? പരമ്പരയിൽ നിന്ന് അല്ലെ. നമുക്ക് 4 വൈഷ്ണവ പരമ്പരകളുണ്ട്. ആ പരമ്പരയിലൂടെ വേണം നമ്മൾ ആധികാരികമായിട്ടുള്ള ഗുരുവിനെ നമ്മൾ സ്വീകരിക്കാൻ. അപ്പൊ ആ ജീവിച്ചിരിക്കുന്ന ഗുരുവിൽ നിന്ന് തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശനം. അപ്പൊ എന്താണ്? ആ ഗുരുവിനെ വിനയത്തോടു കൂടി സമീപിച്ചിട്ട് നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കുക, സേവനങ്ങൾ ചെയ്യാന്നൊക്കെ പറയുമ്പോ അവിടെ ജീവിച്ചിരിക്കുന്ന ഗുരുവിനാണ് അല്ലെ പ്രാധാന്യം അല്ലേ. അതിൽ തന്നെ ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു തരികയാണ്. പിന്നെ എന്തിനാണ് സംശയം? നമ്മുടെ ചൈതന്യ മഹാപ്രഭു ഗുരുവിനെ സ്വീകരിച്ചു. അവരൊക്കെ നിമായി പണ്ഡിതനായിരുന്നു അല്ലെ. എല്ലാ ജ്ഞാനം നേടിയിട്ടുള്ള ആളായിരുന്നു. എന്നിട്ടും ആ ഗുരുവിനെ സ്വീകരിച്ചു. ആർക്ക് കാണിച്ചു തരുന്നു അവരൊക്കെ അല്ലെ. ഭഗവാൻ ഇതേപോലെ സാന്ദീപിനി മഹർഷിയിൽ നിന്ന് ശ്രീരാമൻ എല്ലാവരും ഗുരുവിനെ ജീവിച്ചിരിക്കുന്ന ഗുരുവിലൂടെ നമുക്ക് അങ്ങനെയാണ് സ്വീകരിക്കുന്നത്. അതാണ് പരമ്പര. ആ പരമ്പരേനെ നമ്മൾ ഖണ്ഡിക്കുന്നത്. ഇതേപോലെ എപ്പോഴും ഖണ്ഡിത നടന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഭഗവാൻ അർജുനൻ നമുക്ക് വേണ്ടിയിട്ട് വരുന്നത്. അപ്പൊ ആ പരമ്പരയിലത്തെ ഒരു കണ്ണിയാവാൻ നമ്മൾ ശ്രമിക്കുക. അപ്പൊ അതാണ് ദീക്ഷ എന്ന് പറയുന്നത്. ഗുരുവിനെ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. ഈ ഒരു ഉത്സാഹം ഒരാളെ കൃഷ്ണബോധത്തോടുള്ള മമത ബന്ധത്തിലെത്തിക്കുകയും അതിന്റെ ഭാവം എന്ന പരിപക്വമായ അവസ്ഥയെ അല്ലെങ്കിൽ കൃഷ്ണനോടുള്ള അതിരറ്റ സ്നേഹത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. പിന്നീട് എന്താണ്? പിന്നെ അതിരറ്റ ഭാവ പ്രേമ എന്ന് പറയുന്ന ആ ഭാവത്തിലേക്ക് അല്ലേ. പിന്നെ നമ്മൾ തന്നെ അറിയാണ്ട് ഗുരു ഭഗവാന്റെയും കൃപ നമ്മളുടെ ഉള്ളില് നമ്മുടെ ഒപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാണ് ആ ഭാവപ്രേമത്തിലേക്ക് എത്തുക എന്നുള്ളത് ഒരു സംശയമാണ്. അതിനൊന്നും നമ്മൾ ചിന്തിക്കേ വേണ്ട. ഒക്കെ താനേ നടന്നോളും അല്ലേ. വേറെ ഒന്നും നമ്മള് അഗാധമായിട്ട് നമ്മളെന്നെ അറിയാണ്ട് ഭഗവാൻ നമ്മളെ കൈപിടിച്ചിട്ട് ആ ഭഗവാൻ ലോകത്തിലേക്ക്, അതാണ് പറയുന്നത് സർവേശ്വരന്റെ ധാമത്തിൽ നിഷ്പ്രയാസം ചെന്നെത്താം അങ്ങനെ ഒരാൾക്ക്. ഓക്കെ അല്ലേ എല്ലാവരും? ഹരേ കൃഷ്ണ. സന്തോഷം. ഓക്കെ. സിമ്പിൾ അല്ലേ? സുസുഖം കർത്തും അഭയ എന്നാണ് പറയുന്നത് ഭഗവാൻ. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. ആർക്ക് സിമ്പിൾ ആണ്? ഭക്തന്മാർക്ക്. അപ്പൊ സുസുഖം ചെയ്യുക, സന്തോഷത്തോടു കൂടി ചെയ്യുക, സ്നേഹത്തോടു കൂടി ഭഗവാന്റെ ഭക്തി ചെയ്യുക. ഒന്നും നിർബന്ധിക്കേണ്ട. ശരിക്കുള്ള ജ്ഞാനം ഇതേപോലെ അനർത്ഥങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയം മാറ്റണം. നമ്മുടെ ശത്രുവും ബന്ധുവൊക്കെ നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ ഒരു ചെറിയൊരു മനസ്സ് ആത്മാർത്ഥമായിട്ട് ആ ഭഗവാൻ നമ്മളെ കൈവിടിയില്ല, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്നുള്ളൊക്കെ ഒരു ആ ഒരു ഇതിലേക്കെങ്കിലും വന്ന് നമ്മൾ പതുക്കെ പതുക്കെ ഭഗവാൻ നമ്മളെ
കൈ പിടിച്ചുയർത്തി കൊണ്ടുപോകും ഭഗവാന്റെ ലോകത്തിലേക്ക്. അങ്ങനെ ഭഗവാന്റെ ഭക്തനാവാനാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. അപ്പം മാത്രമാണ് ആ ഭഗവാനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം നമ്മളിലേക്ക് വെളിപ്പെട്ടിട്ട്. എന്താ മാതാജി ഭയങ്കര ഒന്നും ആലോചിക്കണ്ട, ടെൻഷൻ അടിക്കേ വേണ്ട. ഓക്കെ, ഹരേ കൃഷ്ണ, ഹരി ബോൾ. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നെ കൊണ്ട് പറ്റുന്നതാണെന്ന് പറയാം. ഓക്കെ, ഹരേ കൃഷ്ണ. സംശയം വായിച്ചിട്ടില്ല. ബുക്ക് നമ്മുടെ ചൈതന്യ മഹാപ്രഭു ഒരിക്കൽ ശ്രീരംഗത്ത് പോയപ്പോഴാണ് ഈ ബുക്ക് പിടിച്ചിട്ട് ഇരിക്കണം ഒരു ഭക്തൻ. ഭഗവത്ഗീത ഈ ബുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഈ ചിത്രം നോക്കിയിട്ടിരിക്കണം. ഒന്നും അറിയണില്ല. എൻ്റെ ഗുരു പറഞ്ഞു ഇതൊക്കെ പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. പഠിച്ചിട്ട് വരാൻ നോക്കുമ്പോ എനിക്കൊന്നും വായിക്കാനും അറിയില്ല, തോന്നുന്നു ഇതൊക്കെ തന്നെ പഠിക്കാന്ന് പറഞ്ഞ എളുപ്പമല്ല അല്ലെ ഭഗവത്ഗീത. അപ്പൊ അങ്ങനെ നോക്കിയിരുന്ന് കണ്ണീന്ന് ഒഴുകാണ്. അപ്പൊ എല്ലാവരും കളിയാക്കാണ്. അങ്ങനെ ചൈതന്യ മഹാപ്രഭു വന്നപ്പോ ചോദിക്കാണ് എന്തിനാണ് ഇങ്ങനെ കരയണമെന്ന് ചോദിക്കണം. അപ്പൊ പറയാണ് എന്റെ ഭഗവാന് ആ അർജുനന്റെ രഥത്തില് ഇത് എന്താണ് പറയുന്നത്, സാരഥിയായിട്ട് അല്ലെ, സാരഥിയായിട്ട് വരാൻ ഭഗവാന്റെ കൃപ നോക്കൂ. ആ ഡ്രൈവർ സ്ഥാനത്തേക്ക് ഭഗവാൻ വന്നില്ലേ അർജുനന്റെ. എങ്ങനെയുള്ള ഭഗവാനല്ലേ. അപ്പൊ അത് കണ്ടിട്ട് അത് ആലോചിച്ചിട്ടാണ് ഈ കണ്ണുനീര് വീഴുന്നത് അല്ലേ. അപ്പൊ കൂടുതലൊന്നും വേണ്ട, ഇതേപോലെയുള്ള ആ ഒരു ഭാവഭക്തിയിലേക്ക് തന്നെ ചിലവർക്ക് പെട്ടെന്ന് കടക്കാൻ പറ്റും. ഒറ്റയടിക്കാനെ കടക്കാൻ പറ്റും. അതാണ് ആ ഭഗവാന്റെ ആ ഒരു കൃപേനെ തന്നെ ആലോചിച്ചാൽ തന്നെ നമ്മുടെ ഉള്ളിൽ ഭക്തി വരും അല്ലേ. ഭഗവാൻ എത്ര കൃപാലുവാണ് എന്നുള്ള ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ മതി. ഭഗവാന് സാധിക്കാത്തത് എന്താ ഉള്ളത്? ഒരു ഇതേപോലെ ഒരു ഭക്തൻ ഉണ്ടായിരുന്നില്ലേ, സൂചിയിലല്ലേ ചെരുപ്പ് കുത്തി, ഒരു ചെരുപ്പ് കുത്തി ഉണ്ടായിരുന്നു, ഒരു ബ്രാഹ്മണനും ഉണ്ടായിരുന്നു. അപ്പൊ ആ ചെരുപ്പ് കുത്തി നാരദ മഹർഷിയോട് പറയണ എന്നാണ് എന്റെ ഭഗവാന്റെ അടുത്തേക്ക് പോകാന്ന്, അങ്ങനെയല്ലേ ചോദിച്ചത്, പോകാൻ പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പൊ എന്താ എന്റെ ഭഗവാൻ അവിടെ എന്താ ഇപ്പൊ ചെയ്യണതെന്ന് ചോദിക്കും. അപ്പൊ നീ ഇങ്ങനെ പറയാൻ പറഞ്ഞു ഭഗവാൻ, ഞാനിവിടെ സൂചിയുടെ ഉള്ളിൽ കൂടെ ആനേനെ കടത്തിയിരിക്കുകയെന്ന്. അപ്പൊ രണ്ട് കൂട്ടരുടെ അടുത്ത് പോയിട്ട് ഇത് പറയൂന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ഈ നാരദ മഹർഷി വന്നിട്ട് ബ്രാഹ്മണനോട് പറഞ്ഞപ്പോ അങ്ങ് എന്താണ് ഈ പറയണത്, ആൾക്കാര് ഒരു യുക്തിക്ക് നടക്കണ കാര്യങ്ങൾ പറയുന്നു പറയില്ലേ നമ്മള്. നമ്മുടെ ചിന്തകൾക്ക് നടക്കാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. ആ സൂചിയുടെ ഉള്ളിൽ കൂടെ ആനേനെ കെടുത്തുവെന്ന് ചോദിച്ചു. പക്ഷെ ഈ ചെരുപ്പ് കുത്തി എന്താണ് പറഞ്ഞത്, എന്റെ ഭഗവാന് സാധിക്കാത്തത് എന്താ ഉള്ളത്, ഇതല്ല ഇതിലപ്പുറം എന്റെ ഭഗവാന് സാധിക്കും അല്ലേ. ഒരു ചെറിയ ആൽമരത്തിന്റെ ചോട്ടിലിരുന്നിട്ടാണ് ആള് ഇതാക്കണത്. അപ്പൊ നിരന്തരമായിട്ട് ഇത്രേ കടുകുമണി പോലെ അതിനേക്കാളും ചെറുതാന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ആലിന്റെ വിത്ത്. ആ വിത്തിൽ നിന്ന് ഇത്രയും വലിയ ആലുണ്ടാക്കാൻ കഴിയണം ഭഗവാനെ. ഈ സൂചിയുടെ ഉള്ളിൽ കൂടെ എന്തുകൊണ്ട് ആനേനെ കടത്തിക്കൂടാ? അങ്ങനെ നമ്മളുടെ ഭാവം ഭഗവാനിൽ അത്രയും ദൃഢത നമ്മളിൽ വരണം. എന്റെ ഭഗവാന് സാധിക്കാത്തതൊന്നുമില്ല എന്നുള്ളതും ആ കൃപ കണ്ടില്ലേ. ഏത് തലത്തിലേക്ക് വേണമെങ്കിലും ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ ഇറങ്ങി വരും അല്ലേ, സാരഥിയായിട്ട് വരിക. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് ചിന്തിക്കുമ്പോ തന്നെ നമ്മളറിയാണ്ട് നമ്മുടെ ഭാവപ്രേമത്തിലേക്കൊക്കെ എത്തും. കൂടുതലെല്ലാം പഠിച്ച് എല്ലാം അറിഞ്ഞ് അങ്ങനെയൊന്നും വേണമെന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ ലീലകളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോ തന്നെ ഭഗവാനോടുള്ള ഭക്തി വരും. ഓക്കെ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. പഞ്ചകൽപതരുപരിധാനം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനന്ത കോടി വൈഷ്ണവന്തി കി ജയ്. ജഗൻ ഗുരു ശ്രീല പ്രഭാതർ കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. നിത്തായ് ഗൗര പ്രേമാനന്ദേ. ഹരേ കൃഷ്ണ.